എല്ലാവർക്കും നമസ്കാരം. ശാസ്ത്ര അന്വേഷികളുടെ ഈ സ്പാർക്കിൽ ചെറിയൊരു സ്പാർക്ക് വിതറാൻ സാധിച്ചെങ്കിൽ സന്തോഷം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്നു. രുദ്രാക്ഷ മഹാത്മ്യം. രുദ്രാക്ഷ മഹാത്മ്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രുദ്രാക്ഷ മഹാത്മ്യമുണ്ട്. സഞ്ജയനും പറങ്ങോടനും മാനാഞ്ചിറ മൈതാനിയിലിരുന്ന് സംസാരിക്കുന്ന രുദ്രാക്ഷ മഹാത്മ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? എല്ലാവരുടെയും മുഖഭാവത്തിൽ നിന്നും വായിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എന്തായാലും വായിക്കാതിരിക്കാനുള്ള സാധ്യത കാണില്ല. അപ്പോൾ സഞ്ജയനും പറങ്ങോടനും അവിടെ ഇരിക്കുകയാണ്. അപ്പം സഞ്ജയൻ ഇരിക്കുമ്പോഴത്തേനും പറങ്ങോടൻ അവിടെ വരുന്നു. പറങ്ങോടനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ഇതുവരെ നേടിയത്? അപ്പോൾ ഞാനൊരു വൈജ്ഞാനിക പാരത്രിക വായനശാലയുടെ പേരിൽ 100 ഉറുപ്പിക പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 100 രൂപ നേടിയോ കിട്ടിയോ കൊള്ളാമല്ലോ എന്ന അർത്ഥത്തിൽ ചോദിക്കുമ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? അവിടെയാണ് പറങ്ങോടൻ മറുപടി പറയുന്നത്, അതുകൊണ്ടൊന്നും ചെയ്യുന്നില്ല. അത് നമ്മൾ കടം തീർക്കാൻ പോകുന്നില്ല. നമുക്ക് ചായക്കടയിൽ കടം കൊടുക്കാനുണ്ട്, ആ കടം തീർക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം മറ്റൊരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് നാളെ നിങ്ങൾ അറിയും. അതെന്താണ് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇക്കണ്ടതൊന്നും കണക്കല്ല മന്നവ, മദ്ദളം പത്രത്തിൽ കൊടുത്തിരിക്കുന്ന പരസ്യം. ഞാനത് നേരിട്ട് വായിക്കുകയാണ്, കാണാതെ ഓർമ്മയില്ല. പാശ്ചാത്യ ശാസ്ത്രങ്ങൾ കണ്ടതിലും അപ്പുറത്ത് ഇനിയും അനേകം രഹസ്യങ്ങളുണ്ടെന്ന് ബോധ്യമാകാത്തവർ ആരെങ്കിലും ഉണ്ടോ? മന്ത്രത്തിൻ്റെ അത്ഭുത ഫലങ്ങളെക്കുറിച്ച് ഒരനുഭവമെങ്കിലും നേരിട്ടുണ്ടാവുകയോ പത്രങ്ങളിൽ വായിക്കുകയോ ചെയ്യാത്തവർ ലക്ഷത്തിലൊന്നുണ്ടോ? അവൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ? വളരെ കൃത്യമായ ചോദ്യങ്ങളാണ്. അവൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ? അദ്ദേഹം നിങ്ങളിൽ വിരക്തി കാണിക്കുന്നുണ്ടോ? പരീക്ഷ പാസ്സാകുവാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തി കഴിഞ്ഞുവോ? നിങ്ങളുടെ രോഗം മാറുകയില്ലെന്ന് വൈദ്യന്മാർ തീർച്ചപ്പെടുത്തിയോ? വിവാഹം ചെയ്തിട്ട് ഒരു വ്യാഴവട്ടക്കാലത്തിലധികമായെങ്കിലും ഒരു കുട്ടിയുടെ മുഖം കാണാതെ മരിക്കേണ്ടി വരുമെന്നാണോ നിങ്ങളുടെ ഭയം? എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ത്രയംബക രുദ്രാക്ഷം ഒന്ന് വരുത്തി ഉപയോഗിച്ച് നോക്കുക. ത്രയംബക രുദ്രാക്ഷത്തിന് 1 ഉറുപ്പികയെ വിലയുള്ളൂ. എത്ര പണം നിങ്ങൾ ചികിത്സയ്ക്കും മറ്റുപായങ്ങൾക്കും വേണ്ടി ചിലവാക്കി? കൂട്ടത്തിൽ 1 ഉറുപ്പികയ്ക്ക് അവസാന പരീക്ഷ കൂടി കഴിച്ചുകൂടണോ? 10 രൂപ മണി ഓർഡർ അയക്കുന്നവർക്ക് 12 രുദ്രാക്ഷം തിരിച്ചയച്ചു കൊടുക്കുന്നതായിരിക്കും. അഡ്രസ്സ് വെച്ചിട്ടുണ്ട്. സിദ്ധ രുദ്രാക്ഷ ഡിപ്പോ, ഡിപ്പാർട്ട്മെൻറ്റ് K379 കോഴിക്കോട്. അപ്പോൾ ഈ പരസ്യത്തിൻ്റെ റിസൾട്ട് 1-2 ആഴ്ച കാത്തിരുന്നിട്ടും നെഗറ്റീവായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ആദ്യം വന്ന എഴുത്താണെങ്കിൽ വളരെ നിരാശാജനകമായി പോയി. എനിക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ അയച്ചു തരാം, തൽക്കാലം നിങ്ങളൊരു രുദ്രാക്ഷം എനിക്ക് അയച്ചതാണ്. ഇതായിരുന്നു ആദ്യത്തെ കത്ത്. പക്ഷേ സഞ്ജയൻ ആദ്യം പ്രതീക്ഷിച്ചതുപോലെ വളരെ നിരാശാജനകമായിരുന്നില്ല റിസൾട്ട്. 1-2 ആഴ്ചകൾ കിടന്നപ്പോൾ അവർക്ക് ആയിരക്കണക്കിന് ഓർഡറുകൾ ലഭിച്ചു. അതിൻ്റെ അവസാനം, ആ കഥയുടെ അവസാനം ഇങ്ങനെയാണ്. സഞ്ജയനും പറങ്ങോടനും 2 മണിമാളികകളുടെ മുമ്പിൽ ഒരു റോൾസ് റോയ്സ് കാറിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ത്രയംബക രുദ്രാക്ഷത്തിൻ്റെ പരസ്യം പത്രങ്ങളിൽ കൊടുത്തപ്പോൾ എങ്ങനെ വന്നോ അതുപോലെ കേരളത്തിൽ ഇപ്പോൾ ചില സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിലൂടെ അത് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമായ സാമൂഹ്യ മാധ്യമമായ വാട്സാപ്പിലൂടെ അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് സന്ദേശങ്ങളെക്കുറിച്ച് എൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിലും സയൻസിൽ വന്ന ഏറ്റവും ആധുനികമായ ലേഖനങ്ങളുടെ നിന്നും ലഭിച്ച അറിവിൻ്റെ വെളിച്ചത്തിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സഞ്ജയനും പറങ്ങോടനും ചെയ്തത് ഇന്നിവിടെ ചെയ്ത ആയിരക്കണക്കിന് പേരുണ്ട്. അപ്പോൾ അവരെ വ്യക്തിപരമായിട്ട് ആരെ എന്ന് ചൂണ്ടിക്കാണിക്കാനോ അവരുടെ തെറ്റുകൾ തിരുത്തിക്കാനോ അല്ല എൻ്റെ ശ്രമം. സമൂഹം എന്ന നിലയിൽ ഇത്തരം തെറ്റായ സന്ദേശങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പം ഞാൻ കുമരകം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ജോലിക്ക് കയറിയിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ കേട്ട ഒരു ചോദ്യം, ഒരു പ്രധാന പത്രത്തിൽ വന്ന വാർത്തയാണ്, പാരസെറ്റമോൾ ഉപയോഗിച്ചാൽ ശരീരത്തിന് വളരെ ദോഷമാണ്, അതുകൊണ്ട് പാരസെറ്റമോൾ ഉപയോഗിച്ചാൽ എങ്ങനെയാണ്? എന്നോട് ചോദിക്കുന്നത് ഒത്തിരി പ്രായമായ ഒരു വൃദ്ധയാണ്, ഒരു പനിയായിട്ട് വന്ന ഒരാളാണ്. അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട്ട് 10-15 മിനിറ്റോളം എനിക്ക് സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ ആ സംസാരിക്കേണ്ടി വന്നപ്പോൾ ഞാൻ അനുഭവിച്ച ചില ബുദ്ധിമുട്ടുകൾ, ആ സംസാരിക്കേണ്ട സാഹചര്യമുണ്ടായ അവസ്ഥ, അതിൽ ഞാൻ കണ്ടെത്തിയ മറുപടികൾ, അതിൽ എൻ്റെ കൂടെ ഞങ്ങളൊരു കൂട്ടായ്മയെ റെപ്രസെൻ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. അവിടെ ചില മറുപടികൾ വന്നിട്ടുണ്ട്, അതാണ് ഞാൻ സംവദിക്കുന്നത്. അപ്പോൾ ഈ പാരസെറ്റമോൾ, ഈ അമ്മയുടെ ചോദ്യം, ഇത് കരളിൽ ഫെയിലിയർ ആകും, പാരസെറ്റമോൾ ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിച്ചാൽ എൻ്റെ കരൾ നശിക്കും, അതുകൊണ്ട് ഈ മരുന്ന് ഡോക്ടർ എനിക്ക് എഴുതരുത്. വേറൊരു പത്രത്തിൽ വന്ന വേറൊരു വാർത്തയാണ്, ഗർഭിണികളിൽ പാരസെറ്റമോൾ ഉപയോഗിക്കാൻ പാടില്ല, കാരണം ഗർഭസ്ഥ ശിശുക്കളുടെ അണ്ഡാശയത്തിൽ കോശങ്ങൾ നശിക്കും, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് 2 പത്രവാർത്തകളാണ്, ജനങ്ങളുടെ മനസ്സിലേക്ക് ഡയറക്റ്റ് എത്തുന്ന വാർത്തകളാണിത്. അപ്പോൾ ഇതിനൊരു ഉത്തരം പറയണമെങ്കിൽ എങ്ങനെയാണ് പാരസെറ്റമോൾ നമ്മൾ ഉപയോഗിക്കുന്നത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്ന മരുന്നുകളിലൊന്നാണ് പാരസെറ്റമോൾ. പാരസെറ്റമോൾ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഞാൻ പലതവണ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഉപയോഗിച്ചു എന്നുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ആരെങ്കിലും ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ കാണാനൊരു സന്തോഷമുണ്ട്. അതിൽ പ്രത്യേകിച്ച് മെറിറ്റൊന്നും ഉള്ളതുകൊണ്ടല്ല. എന്തായാലും ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്, 2 പേര് കൈപൊക്കിയിട്ടുണ്ട് പാരസെറ്റമോൾ എന്ന ഗുളിക ഉപയോഗിക്കാത്തവർ. ഈ ഹാളിൽ മൊത്തം ഒരു 100 പേരുണ്ടെങ്കിൽ 98 പേരും ഉപയോഗിച്ചു എന്നുള്ളതാണ്
അതിൻ്റെ അർത്ഥം ഞാൻ ഉപയോഗിക്കാത്തത് നല്ലതാണെന്ന് ഉപയോഗിക്കുന്നത് മോശമാണെന്ന് അങ്ങനെ ഒരു അർത്ഥത്തിലൊന്നുമല്ല പറഞ്ഞത്, തിരിച്ചുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പാരസെറ്റമോളിൻ്റെ ജനനം 1877 1877. സയൻസ് ഡെവലപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് ശാസ്ത്രം രോഗാണു സിദ്ധാന്തം കണ്ടുപിടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് വാക്സിൻ കണ്ടുപിടിച്ചെങ്കിൽ, എഡ്വേർഡ് ജെന്നർ 1796 സ്മോൾ പോക്സിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ചെങ്കിൽ, പാരസെറ്റമോൾ പോലുള്ള മരുന്നുകളുടെ ഗവേഷണം നടക്കുന്നത്, അല്ലെ വേദനസംഹാരികളെക്കുറിച്ച് സയൻസ് ചിന്തിക്കുന്നത് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാണ്, 1880-കളിൽ 1880-കളിൽ. അപ്പോൾ 1877 പാരസെറ്റമോൾ മോളിക്കൂൾ കണ്ടുപിടിക്കുന്നു. അതേവരെ ഉണ്ടായിരുന്ന വേദനസംഹാരി എന്ന് പറയുന്നത് ഫിനാസെറ്റിൻ എന്ന് പറഞ്ഞൊരു മരുന്നാണ്. അനലിൻ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു മരുന്നാണ് ഫിനാസെറ്റിൻ. അപ്പോൾ ഈ പാരസെറ്റമോളിൻ്റെ ജനനത്തിന് കാരണമാകുന്നത് അസറ്റാനിലൈഡ് എന്നൊരു തന്മാത്ര. ആ തന്മാത്ര വേദനസംഹാരിയായിട്ട് പ്രയോജനപ്പെടും എന്ന് ശാസ്ത്രലോകത്തിന് ഒരു കരുതലുണ്ടാകും. കാരണം ഫിനാസെറ്റിൻ്റെ പ്രവർത്തനവും അസറ്റാനിലൈഡിൻ്റെ പ്രവർത്തനവും ഏതാണ്ട് ഒരേ രീതിയിലായതുകൊണ്ട് അത് വിജയിച്ചേക്കാം. അങ്ങനെയുള്ള പരീക്ഷണത്തിനിടയിൽ പാരസെറ്റമോൾ അല്ലെങ്കിൽ അസറ്റാമിനോഫൻ എന്ന കക്ഷിയുടെ യഥാർത്ഥ പേര്. പാരസെറ്റമോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ്. നമ്മൾ എല്ലാ രാജ്യങ്ങളിലും ഇല്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പാരസെറ്റമോൾ എന്നാണ് അറിയപ്പെടുന്നു. അമേരിക്ക, ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിൽ അസറ്റാമിനോഫൻ തന്നെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയിൽ പാരസെറ്റമോൾ നിരോധിച്ചു എന്ന് പലരും പറയുന്നത്. അത് അവരുടെ അറിവില്ലായ്മയാണ്. ഓക്കെ. അപ്പോൾ ഈ 1877 കണ്ടുപിടിച്ച അസറ്റാമിനോഫൻ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നത്, അതിൻ്റെ പഠനങ്ങൾ ആരംഭിക്കുന്നത് 1886-കളിലാണ്. ജോസഫ് മെറിങ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ ഇതിൽ പഠനങ്ങൾ ആരംഭിക്കുന്നു. 5-6 വർഷം നീണ്ട പഠനങ്ങളുടെ ഫലമായിട്ട് 1893 ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നു. അതിൽ അദ്ദേഹം കണ്ടെത്തിയത് പാരസെറ്റമോൾ ഉപയോഗിച്ചാൽ ശരീരത്തിലെ ചുവന്ന രക്താണുക്കൾ അറിയാമല്ലോ, ഹീമോഗ്ലോബിൻ അറിയാമല്ലോ, ഹീമോഗ്ലോബിൻ്റെ ധർമ്മം എന്താണെന്നറിയാമല്ലോ, ഓക്സിജൻ ക്യാരി ചെയ്യണമെന്നറിയാമല്ലോ. ആ ഓക്സിജൻ ഓരോ കോശങ്ങളിലും എത്തുമ്പോഴാണ് നമ്മുടെ ഓരോ കോശങ്ങൾക്കും പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഊർജ്ജം ലഭിക്കുന്നത്, അല്ലേ? ഓക്സിജൻ്റെ പ്രവർത്തനം, ഗ്ലൂക്കോസ് അവിടെ എത്തുന്നു, അല്ല ഇതിലേക്ക് ഞാൻ കിടക്കണ്ടല്ലോ. അപ്പോൾ ഈ ശരീരത്തിലെ രക്തത്തിൽ ഓക്സിജൻ വഹിക്കാൻ കഴിവുള്ള ഹീമോഗ്ലോബിൻ മെത്ത് ഹീമോഗ്ലോബിനായി മാറും എന്ന് അദ്ദേഹം കണ്ടെത്തി, ജോസഫ് മെറിങ് കണ്ടെത്തി. അപ്പോൾ ജോസഫ് മെറിങ് 1893 ഇത് കണ്ടെത്തിയതിന് ശേഷം പാരസെറ്റമോൾ എന്ന് പറഞ്ഞൊരു സംഭവം, അല്ലെ അസറ്റാമിനോഫൻ എന്ന് പറഞ്ഞ സംഭവം ലോകത്തിലാരും ഉപയോഗിച്ചിട്ടില്ല കുറേ നാളുകളേക്ക്. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഫിനാസെറ്റിൻ എന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതാണ് അപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വേദനസംഹാരി. കുറച്ച് നാളുകൾക്ക് ശേഷം 1899 ആസ്പിരിൻ കണ്ടുപിടിച്ചു. ആസ്പിരിൻ വളരെയധികം ഉപയോഗിക്കുന്ന, ഹൃദയരോഗമുള്ളവർക്ക് രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട്, അതുപോലെ പനിയുള്ളവർക്ക് ഉപയോഗിക്കുന്നുണ്ട്, വേദനസംഹാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല ധർമ്മങ്ങളുള്ള ഒരു മരുന്നാണ് ആസ്പിരിൻ. അപ്പോൾ ഈ ആദ്യത്തെ ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തിൽ ഫിനാസെറ്റിൻ എന്ന് പറഞ്ഞ വേദനസംഹാരി ഉണ്ടാക്കുന്ന ബെയർ എന്നൊരു കമ്പനിയുണ്ട്, മെഡിക്കൽ കമ്പനി. ഇന്നത്തെ നമ്മൾ സൺഫാർമ എന്നൊക്കെ പറയുന്ന പോലെ അന്നത്തെ ഒരു മെഡിക്കൽ കമ്പനിയാണ്. ഒരു 1950-കൾക്ക് മുമ്പ് ഏറ്റവും ധനം സമ്പാദിച്ച മെഡിക്കൽ കമ്പനിയാണ് ബെയർ. കാരണം അന്ന് ഈ ഫിനാസെറ്റിൻ എന്ന് പറയുന്ന മരുന്നിന് വേറെ കോമ്പറ്റീഷൻ ഇല്ല. മാത്രമല്ല ആസ്പിരിൻ എന്ന് പറഞ്ഞ മരുന്ന് കണ്ടുപിടിച്ചെങ്കിൽ പോലും അത് ജനങ്ങൾ ഒരു പരിധിയിലധികം ഉപയോഗിച്ച് തുടങ്ങിയില്ല. 47-50-കളിലായപ്പോൾ ഒരു കണ്ടുപിടുത്തം വരുന്നു. അസറ്റാനിലൈഡ്, ഫിനാസെറ്റിൻ എന്നീ മരുന്നുകൾ ശരീരത്തിൽ അസറ്റാമിനോഫനായി രൂപമാറ്റം സംഭവിക്കുന്നു. അതായത് പാരസെറ്റമോളായി ശരീരത്തിൽ രൂപമാറ്റം സംഭവിച്ചതിന് ശേഷമാണ് ഫിനാസെറ്റിൻ വേദനസംഹാരിയാകുന്നത് അല്ലെങ്കിൽ പനി മാറ്റുന്നത് എന്നൊരു കണ്ടുപിടുത്തം വരുന്നു. അതിനെ തുടർന്ന് 50-കളിൽ വീണ്ടും പഠനം ആരംഭിക്കുന്നു. ആ പഠനത്തിൻ്റെ ഫലമാണ് പാരസെറ്റമോൾ ശരീരത്തിനുള്ളിൽ ഉപയോഗിച്ചാൽ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ മെത്ത് ഹീമോഗ്ലോബിനായി മാറുന്നില്ല. അതായത് 50 വർഷം 60 വർഷം മുമ്പ് നടത്തിയ പഠനത്തിൻ്റെ കണ്ടെത്തൽ തെറ്റായിരുന്നു. കാരണം ആദ്യത്തെ പഠനത്തിന് ഉപയോഗിച്ച പാരസെറ്റമോളിൽ കലർന്ന ഏതോ ഒരു രാസവസ്തു, ആ രാസവസ്തു ഏതെന്ന് പോലും പിന്നീട് കണ്ടുപിടിച്ചിട്ടില്ല, ആ രാസവസ്തുവിൻ്റെ പ്രശ്നമായിരുന്നു പാരസെറ്റമോളിൽ ഉപയോഗിച്ചാൽ ഹീമോഗ്ലോബിൻ മെത്ത് ഹീമോഗ്ലോബിനായി മാറുമെന്നുള്ളത്. അപ്പോൾ ഇതിനുശേഷം ആദ്യമായിട്ട് അമേരിക്കയിലാണ് പാരസെറ്റമോൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. ട്രയാജെസിക് എന്ന് പറഞ്ഞ പേരിൽ പാരസെറ്റമോൾ 1950-കളിൽ അമേരിക്കയിൽ ഉപയോഗിക്കുന്നു. ആദ്യം ഉപയോഗിച്ച 3 പേരിൽ രക്തത്തിലെ കോശങ്ങളുടെ എണ്ണം കുറഞ്ഞു, എഗ്രാനുലോസൈറ്റോസിസ് എന്ന് പറയും. വീണ്ടും പാരസെറ്റമോളിൻ്റെ പേരിൽ എല്ലാവർക്കും സംശയമായി. ശാസ്ത്രലോകം വീണ്ടും സംശയത്തിലൂടെ നോക്കാൻ തുടങ്ങി. പക്ഷേ വീണ്ടുമുള്ള തുടർ പഠനങ്ങളിലൂടെ ഏറ്റവും സേഫായ, ഗർഭകാലത്തിലടക്കം ഗർഭിണികൾക്കും പ്രായമായവരിലും കുഞ്ഞുങ്ങൾക്കും അടക്കം ഒരു കോൺട്രാ ഇൻഡിക്കേഷനും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് പാരസെറ്റമോൾ എന്ന് കണ്ടെത്തി. അതിനുശേഷം പല ബ്രാൻഡുകളിൽ പാരസെറ്റമോൾ ഉപയോഗിച്ച് തുടങ്ങി. ഏറ്റവും കൂടുതലുള്ളത് എനിക്കൊന്ന് ഫെനഡോൾ എന്നായിരിക്കും. കേരളത്തിലൊക്കെ ഇതിപ്പോൾ പാരസെറ്റമോൾ അല്ലെങ്കിൽ കാൾപോൾ, ഡോളോ 650 എന്ന പല പേരുകളിൽ, ഡോളോ അങ്ങനെ പല പേരിൽ പാരസെറ്റമോൾ ഉണ്ട്. അപ്പോൾ ഈ പാരസെറ്റമോൾ കരളിലെ കോശങ്ങളിൽ നാശനഷ്ടമുണ്ടാക്കും എന്നാണ് ഒരു പത്രവാർത്ത. അതിലെ വാസ്തവം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം. പാരസെറ്റമോളിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റബോളിസം, ഡീടോക്സിഫിക്കേഷൻ, ഇതൊക്കെ നടക്കുന്നത്, അതായത് വിഘടനം ഒക്കെ നടക്കുന്നത് കരളിലാണ്. അപ്പോൾ കരളിലെ കോടിക്കണക്കിനുള്ള കോശങ്ങളിൽ പാരസെറ്റമോളിൻ്റെ ഒരു സാധാരണ ഒരു മനുഷ്യൻ കഴിക്കാവുന്ന ഡോസിൽ കഴിച്ചാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല.
ഒരു മനുഷ്യൻ ഒരു ദിവസം 2 ഗ്രാം അല്ലെങ്കിൽ 2.5 ഗ്രാം പാരസെറ്റമോൾ കഴിച്ചാൽ ഒന്നും സംഭവിക്കില്ല. പാരസെറ്റമോൾ ഒരു ഗുളിക സാധാരണ ഒന്നെങ്കിൽ 500 മില്ലിഗ്രാം അല്ലെങ്കിൽ 650 മില്ലിഗ്രാം. ഈ അളവിൽ നമ്മൾ ഒരു ദിവസം പാരസെറ്റമോൾ 3-4 തവണ കഴിച്ചാൽ ഒന്നും സംഭവിക്കുന്നില്ല. ഞാനൊരു ഫോറൻസിക് മെഡിസിനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണ്. പാരസെറ്റമോൾ പോയ്സണിങ് ഞാൻ കണ്ടിട്ടുണ്ട്. പാരസെറ്റമോൾ കഴിച്ച് ഒരു വ്യക്തിയുടെ ജീവൻ അപകടമുണ്ടാകണമെങ്കിൽ ഒരു ഡോസിൽ ഒരു തവണ 10 ഗ്രാമിൽ കുറയാതെ 10 ഗ്രാമിൽ കൂടുതൽ പാരസെറ്റമോൾ ശരീരത്തിലെത്തണം. അതായത് സാധാരണ കഴിക്കുന്നതിൻ്റെ 20 മടങ്ങെങ്കിലും പാരസെറ്റമോൾ ശരീരത്തിലെത്തിയെങ്കിൽ മാത്രമേ ലിവറിൻ്റെ പ്രവർത്തനങ്ങളെ സാരമായ രീതിയിൽ ബാധിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ തന്നെ എല്ലാ അവസ്ഥയിലും മരണപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഭൂരിഭാഗം ആൾക്കാർ രക്ഷപ്പെടുകയാണ് പതിവ്. കാരണം പാരസെറ്റമോൾ ടോക്സിസിറ്റി ഉണ്ടായാൽ എന്താണ് മരുന്ന് എന്ന് സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് NSAID. പണ്ടൊക്കെ എല്ലാ ആശുപത്രികളിലും ഇല്ലായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്നത് എറണാകുളത്തൊക്കെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യം വരുമ്പോൾ എറണാകുളത്ത് വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. കാരണം ഞാൻ ഒരിക്കൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെടുകയുണ്ടായി. ഈ പാരസെറ്റമോൾ അതായത് ഈ പറഞ്ഞു വെക്കുന്ന ഇതാണ്. ഇപ്പം പാരസെറ്റമോൾ 500 മില്ലിഗ്രാം കഴിക്കുമ്പോൾ അതുകൊണ്ട് കരളിന് ദോഷമുണ്ടാകുന്നുവെന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന പത്രവാർത്തയിലെ സത്യസന്ധമായ അവസ്ഥ ഇതാണ്. ഇപ്പോൾ ഇത് പാരസെറ്റമോളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പച്ചവെള്ളം നമുക്കെടുക്കാം. നമ്മൾ സാധാരണ 1 ലിറ്റർ വെള്ളം കുടിക്കുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ 20 ഇരട്ടി ഒറ്റ ഇരിപ്പിൽ നമ്മൾ 20 ലിറ്റർ വെള്ളം കുടിക്കുകയാണ്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ 200 ഗ്രാം ചോറുണ്ണുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ 20 ഇരട്ടി ചോറ് നമ്മൾ ഉണ്ണുവാണ്. അല്ലെ സാധാരണ നമ്മൾ ഒരു എന്താ പറയുക, എന്തെങ്കിലും ജ്യൂസ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്ത് സംഭവം ആയിക്കോട്ടെ, നിങ്ങൾക്ക് പരമാവധി സാധാരണ കഴിക്കുന്ന ഡോസിൻ്റെ 20 ഇരട്ടി കഴിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം? ചിലപ്പോൾ മരണം വേണമെങ്കിൽ സംഭവിക്കാം. അതുപോലെയാണ് പാരസെറ്റമോളിൻ്റെ അവസ്ഥ. രണ്ടാമത്തെ വാർത്തയിലേക്ക് വരാം. അതായത് പാരസെറ്റമോൾ ഗർഭിണികളിൽ ഉപയോഗിച്ചാൽ കുട്ടികളിലെ അണ്ഡാശയങ്ങളിൽ കോശനശീകരണം ഉണ്ടാകുന്നു. പഠനം നടന്നിട്ടുണ്ട്, ശരിയാണ്. 3 പഠനങ്ങളുണ്ട്. എലികളിലാണ് പഠനം നടത്തിയത്. മനുഷ്യരിൽ കടിച്ചാൽ അപകടകരമാകുന്ന ഡോസിൻ്റെ വളരെയധികം മടങ്ങ് എലികളിൽ കൊടുത്ത് നടത്തിയ പഠനമാണ്. അതായത് മനുഷ്യരിൽ 20 മടങ്ങ് വന്നാൽ വേണമെങ്കിൽ മരണം സംഭവിക്കാമെങ്കിൽ അതിൽ കൂടുതൽ ഡോസ് കൊടുത്തതിന് ശേഷം നടത്തിയ പഠനമാണ് എലികളിൽ. 8 എലികളാണ് ഒരു പഠനത്തിൽ ഉണ്ടായിരുന്നത്. ഈ 3 പഠനത്തിൻ്റെ മെറ്റാനാലിസിസിൻ്റെ വിശ്വാസ്യത വളരെ കുറവാണ്. കാരണം സാമ്പിൾ സൈസ് വളരെ കുറവാണ്. മാത്രമല്ല കൊടുത്ത ഡോസ് വളരെ ഇരട്ടിയാണ്. നമ്മളിപ്പം കുട്ടികളിൽ പാരസെറ്റമോളിൻ്റെ ഡോസ് എന്ന് പറയുന്നത് 15 മില്ലിഗ്രാം പെർ കിലോഗ്രാം പെർ ഡോസ്. അതായത് ഒരു കുട്ടി വരുന്നു, പാരസെറ്റമോൾ കഴിക്കാവുന്ന എത്രയാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ നേരം ആ കുട്ടിയുടെ വെയിറ്റ് എത്രയോ ഓരോ കിലോയ്ക്കും 15 മില്ലിഗ്രാം വരെ കൊടുത്താൽ യാതൊരു പ്രശ്നവുമില്ല. മാത്രമല്ല അതാണ് ഒപ്റ്റിമം ഡോസ്. കൃത്യമായ അളവിൽ കൃത്യമായ രീതിയിൽ മരുന്ന് കൊടുത്തെങ്കിൽ മാത്രമേ മരുന്നിന് പ്രയോജനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഡോസ് കൃത്യമായിട്ട് എത്തണം. അതിൽ നിന്നും 10 മടങ്ങ് അല്ലെങ്കിൽ 20-30 മടങ്ങ് വരുമ്പോഴാണ് ടോക്സിസിറ്റി ഉണ്ടാകുന്നത്. ആ ലെവലിൽ എലികളിൽ നടത്തിയ പഠനത്തിൽ, അതും ഏറ്റവും സാമ്പിൾ സൈസ് കുറച്ചുള്ള ഒരു പഠനത്തിലൂടെ വന്ന റിസൾട്ട് പത്രങ്ങളിലൂടെ വരുന്നു. സാധാരണമായിട്ട് സ്വാഭാവികമായും ജനങ്ങൾ പാനിക്കാവും. അപ്പോൾ നമ്മളുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഏറ്റവും സേഫായ ഒരു ഡ്രഗിനെതിരെ ഇത്രയും പ്രചരണങ്ങൾ, ശാസ്ത്രത്തെ തെറ്റായ രീതിയിൽ വളച്ചൊടിച്ച് സന്ദേശങ്ങൾ പത്രങ്ങളിലടക്കം വരുമ്പോൾ എന്തുമാത്രം ഡിഫെൻസീവിലാകുമോ ആരോഗ്യമേഖല, ആ പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പം പാരസെറ്റമോളിനെ കുറിച്ച് പ്രത്യേകം ആദ്യമേ തന്നെ പറയാനുള്ള കാരണം അതാണ്. രണ്ടാമത്, ഇത് 2001-2002 കാലഘട്ടം തൊട്ട് കേരളത്തിലും മറ്റ് രാജ്യങ്ങളിലും പടരുന്ന ഒരു സന്ദേശമാണ്. പാരസെറ്റമോൾ P500 എന്ന് പറഞ്ഞ പാരസെറ്റമോൾ ഗുളികയിൽ മാച്ചിപ്പോ വൈറസ് ഉണ്ട്. നിങ്ങൾ വായിച്ചിരുന്നോ? അത് വായിച്ച കുറച്ച് പേരെങ്കിലും ഇല്ലേ? അപ്പോൾ ഇത് ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതുപോലൊരു ടോക്കിന് പോയപ്പോൾ അവിടെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ഇന്ന് രാവിലെ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങളെന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അത് ശരിയാണോ എന്നറിയാൻ ഞാൻ കുറേ പേർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവിടെയാണ് പ്രധാന പ്രശ്നം തുടങ്ങുന്നത്. ഇപ്പം രതീഷ് കൃഷ്ണൻ നേരത്തെ സംസാരിച്ച് ആ വിഷയത്തിലേക്ക് തന്നെയാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വസ്തുത ആരും അന്വേഷിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വസ്തുതയിലേക്ക് ഞങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഒരു അറിവ് എന്ന് പറയുന്നത് ഈ ഹോക്സ് ഏതാണ്ട് 2000 തൊട്ട് ഉള്ളതാണ്. പല പത്രങ്ങളിലും ഇതൊരു ഹോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണാജനകമായ സന്ദേശം. മലയാളത്തിലുള്ള ഒരു പേര് പരോപകാര കിംവദന്തി എന്നായിരിക്കും, അങ്ങനെയാണ് പലരും പറയാറ്. അതുപോലൊരു പരോപകാര കിംവദന്തിയാണ്. ഇതെല്ലാ വർഷവും ഒരു പ്രത്യേക പീരീഡിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ 1 വർഷം മുമ്പ് നമ്മൾ എഴുതിയത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കും. ആ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു പ്രസ് ചെയ്യുന്നു, കോപ്പി ചെയ്തു, നേരെ അടുത്ത വാട്സാപ്പിൽ ഇടുന്നു, പേസ്റ്റ് ചെയ്യുന്നു, നേരെ അയക്കുന്നു. ഒരാൾക്ക് അയച്ചാൽ 100 പേർക്ക്. മറ്റേ അമ്പ ചെയ്യുന്നത് പോലെയാണ്. അർജുനനോ കൃഷ്ണനോ ആരോ അങ്ങനെ ഒരു കഥയുണ്ടല്ലോ. അതുപോലെ ഒരാൾ ചെയ്തു, അത് 100 ആയി, 1000 ആയി, 10,000 ആയി. ലാസ്റ്റ് ഇപ്പുറത്തെ എൻഡിൽ പാവപ്പെട്ട ജനങ്ങൾ ബുദ്ധിമുട്ടുക. പാരസെറ്റമോൾ കഴിക്കണം, മാച്ചിപ്പോ വൈറസ് അകത്തെത്തിയാൽ ഞാൻ എന്ത് ചെയ്യും എന്നവർ പേടിച്ചോണ്ടിരിക്കുക. അപ്പോൾ പാരസെറ്റമോൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു തന്മാത്രയാണ്. 8 കാർബൺ ആറ്റവും 9 ഹൈഡ്രജൻ ആറ്റവും 1 നൈട്രജൻ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും ഇത് കൂടിച്ചേരുന്ന ഒരു തന്മാത്രയാണ് പാരസെറ്റമോൾ. അത്
ഒരു തന്മാത്രയ്ക്ക് ഒരിക്കലും സെൽഫ് എക്സിസ്റ്റൻസ് ഇല്ല. കുറച്ച് എക്സ്പിയൻറ്റുകളൂടെ ചേർത്ത് അതൊരു പൊടി രൂപത്തിലാക്കി ആ പൊടി രൂപത്തിലാക്കുന്നതിനെ ദ്രാവക രൂപത്തിൽ സിറപ്പായിട്ടോ അല്ലെങ്കിൽ കട്ടിയാക്കി ഗുളിക രൂപത്തിലോ എത്തുന്നു. അപ്പോൾ അതൊരു നിർജീവ വസ്തുവാണ്. വൈറസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വൈറസിനെ കുറിച്ചൊന്നും ഞാനിവിടെ പറയേണ്ട കാര്യമില്ല. അത് 10ാം ക്ലാസ്സിൽ താഴെ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിച്ചിട്ടുള്ളതാണ്. നിർജീവമായ വസ്തുക്കളിൽ സർവൈവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു എൻറ്റിറ്റിയാണ് വൈറസ്. നിർജീവമോ ജീവനുള്ളയോ അവസ്ഥയ്ക്ക് ഇടയിലാണ് എന്നൊക്കെ ആലങ്കാരികമായി നമ്മൾ വിശേഷിപ്പിക്കുന്ന വൈറസിന് ജീവനില്ലാത്ത വസ്തുവിൽ അധികകാലം സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. വളരെ കൃത്യമാണ്. പിന്നെ ചില സ്പീഷീസിന് കുറച്ചൊക്കെ പറ്റും, അതുമൊക്കെ 24 മണിക്കൂർ അത്രയൊക്കെ പറ്റൂ. ഹെപ്പറ്റൈറ്റിസ് ബിക്കൊക്കെ അങ്ങനെ ചില പഠനങ്ങളിലൂടെ വായിച്ചിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസൊക്കെ വേണമെങ്കിൽ ശരീരത്തിന് വെളിയിലും കുറച്ച് സമയം, കുറച്ച് മണിക്കൂറുകൾ ചിലപ്പോൾ സർവൈവ് ചെയ്യാം. എങ്കിലും അവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും അവർക്കൊരു ഫിക്സഡ് ടൈം പീരീഡ്, ഇപ്പം ഒരു ഗുളിക ഉണ്ടാക്കുന്ന പ്രോസസ്സ് മുഴുവൻ, ഇപ്പം ഒരു ഗുളിക ഉണ്ടാക്കുന്നു, അത് സീല് ചെയ്യുന്നു, അതൊരു മെഡിക്കൽ സ്റ്റോറിൽ എത്തുന്നു, അത് മേടിച്ചുകൊണ്ട് വരുന്നു, ഞാൻ വീട്ടിലെത്തിയിട്ടത് ഞാൻ കഴിക്കണമെങ്കിൽ തന്നെ മണിക്കൂറുകൾ താമസിക്കും. അത്രയൊന്നും സർവൈവ് ചെയ്യാൻ ഒരു വൈറസിനും പറ്റില്ല. ഇനി മാച്ചിപ്പോ വൈറസിനെ കുറിച്ച് പറഞ്ഞാൽ, മാച്ചിപ്പോ വൈറസ് വളരെ അപകടകാരിയാണ്, ഒരു സംശയവുമില്ല. ബൊളീവിയൻ ഹെമറേജിക് ഫീവറിൻ്റെ കാരണക്കാരനാണ് മാച്ചിപ്പോ വൈറസ്. ഈ ഒരു 5 തൊട്ട് 20-25% വരെ മരണനിരക്കുണ്ടാക്കാവുന്ന അസുഖമാണ് ബൊളീവിയൻ ഹെമറേജിക് ഫീവർ. കക്ഷിയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു എലിയാണ്. അതും ഇന്ത്യയിലില്ല, ബൊളീവിയയിലേ ഉള്ളൂ, സൗത്ത് അമേരിക്കയിലേ ഉള്ളൂ. മാച്ചിപ്പോ വൈറസ് ഇന്ത്യയിലില്ല, ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്യപ്പെടാനൊരു സാധ്യത ആരും കാണുന്നില്ല. ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ, വൈറസ് ഉണ്ടെങ്കിൽ തന്നെ ആ പ്രത്യേക സ്പീഷീസ് ഓഫ് റാറ്റ്, ആ എലിക്ക് മാത്രമേ ഇത് രോഗം പരത്താൻ സാധിക്കത്തുള്ളൂ. അതായത് വെറും ഊഹാപോഹങ്ങളുടെ പേരിൽ പടച്ചു വിടുകയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായിന്ന് നോക്കി. ഇപ്പം ഇതേ സന്ദേശം മറ്റു ഭാഷയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഇതേ സന്ദേശം അറബിയിലുണ്ട്. ഇതെല്ലാം ആദ്യമുണ്ടായ സന്ദേശത്തെ ഭാഷ മാറ്റിയിട്ട് തർജ്ജിമ ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എന്താണ് സത്യസന്ധമായ അവസ്ഥ എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ പാരസെറ്റമോൾ പോലെ ജനങ്ങൾക്ക് ഇത്ര ഉപകാരപ്രദമായ, വേദനസംഹാരിയായ, പനി കുറയ്ക്കാൻ സാധിക്കുന്ന, ക്യാൻസർ പേഷ്യൻ്റെ പനി വന്നാൽ പോലും കൊടുക്കാൻ സാധിക്കുന്ന, കുട്ടികളിലും ഗർഭിണികളിലും ഒക്കെ കൊടുക്കാൻ സാധിക്കുന്ന, ഹൃദയത്തിൻ്റെ സ്ട്രക്ചർ പരമായ ചില അസുഖങ്ങൾക്ക് ചികിത്സയായിട്ട് കൊടുക്കാവുന്ന, പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ് പോലുള്ള PDA പോലുള്ള അസുഖങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു മരുന്നിനെ വളരെ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം. മരുന്നില്ലാതാവുന്നില്ല, സയൻസിൻ്റെ ഈ ശാസ്ത്രീയ അവബോധമേ ഇല്ലാതാവുന്നുള്ളൂ. പക്ഷേ ഈ തെറ്റിദ്ധാരണകൾക്ക് ജനങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. അവർ മരുന്നുകൾ ഉപയോഗിക്കാത്ത ഒരു കാലം ഉണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരു വാട്സാപ്പ് സന്ദേശമാണ്. ഡോക്ടർ രതീഷ് മേനോൻ പറയുന്നു, മയോ ക്ലിനിക്കിലെ ഡോക്ടർ രതീഷ് മേനോൻ പറയുന്നു, ഇത് 2014 തൊട്ട് എല്ലാ വർഷവും ഞാനിങ്ങനെ ഒരു പ്രത്യേക കാലയളവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശമാണ്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരുമാതിരി എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം കാണുന്നുണ്ട്. കാരണം ഞാനത് കേട്ടില്ല എന്ന് പറയരുതല്ലോ, എല്ലാവരും കേട്ടിട്ടുണ്ട്, ഉണ്ടാവാനാണ് സാധ്യത. വളരെ സിമ്പിളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ മരുന്ന് കഴിക്കരുത്, പ്രഷറിന് മരുന്ന് കഴിക്കരുത്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കരുത്, സ്ട്രോക്ക് ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കരുത്, പ്രമേഹമുണ്ടെങ്കിൽ മരുന്ന് കഴിക്കരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാൽ എന്താ സംഭവിക്കുക? ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാവത്തില്ല. കാരണം വെള്ളം വളരെ ശക്തിയായിട്ട് രക്തക്കുഴലുകളുടെ കൂടെ ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ രക്തക്കുഴലിലുള്ള തടസ്സമെല്ലാം മാറും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഒന്നും ഉണ്ടാകത്തില്ല. ഐഡിയ കറക്റ്റാണ്, ഒന്നും പറയാനില്ല. ഇപ്പോൾ നമ്മൾ എന്താ, ഈ ബിൽഡിങ്ങിൽ ഏതെങ്കിലും ഒരു പൈപ്പിൽ ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ശക്തിയായിട്ട് വെള്ളം പോയാൽ അത് മാറും, സംശയമൊന്നുമില്ല. അതുപോലെ ഹാർട്ട് അറ്റാക്ക് എന്താണെന്ന്, സ്ട്രോക്ക് എന്താണെന്നൊക്കെ കുറച്ചൊക്കെ ശാസ്ത്രീയമായ അറിവില്ലെങ്കിൽ കുറച്ചൊക്കെ അറിവുള്ള ആളാണിത് പറഞ്ഞത്. കുറച്ചൊക്കെ അറിവ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൃദയം എന്ന് പറയുന്ന ഒരു അവയവമാണ്. ഏത് അവയവവും ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ രക്തമെത്തണം, രക്തത്തിലൂടെ ഓക്സിജൻ എത്തണം. അപ്പോൾ ഹൃദയം മിടിക്കണമെങ്കിലും ഓക്സിജൻ വേണം. കാര്യം ഹൃദയം എന്ന് പറയുന്ന ജാറിനകത്താണ് ഓക്സിജൻ നിൽക്കുന്നത്. ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ അല്ലെ മിടിക്കുമ്പോഴാണ് ഓക്സിജൻ പുറത്തോട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നത് ശരിയാണെങ്കിലും ഹൃദയം പ്രവർത്തിക്കണമെങ്കിൽ ആ ജാറിനകത്ത്, ഹൃദയം എന്ന് പറയുന്ന ആ അറയ്ക്കകത്തുള്ള രക്തം അല്ലെങ്കിൽ രക്തത്തിനകത്തെ ഓക്സിജൻ പോരാ. ഹൃദയത്തിൻ്റെ മാംസപേശികളിൽ രക്തമെത്തണം. അപ്പോൾ ഹൃദയത്തിൻ്റെ മാംസപേശികളിൽ രക്തം കൊടുക്കുന്ന കുഴലുകളാണ് കൊറോണറി ആർട്ടറീസ്. അത് റൈറ്റ് കൊറോണറി ആർട്ടറി, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി, അതിൻ്റെ ബ്രാഞ്ചുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ചെറുതാണ്, ഒരു 1 മില്ലിമീറ്റർ ഡയമീറ്ററൊക്കെ ഉണ്ടാവും. അത് ചെറുതായി വളരെ മൈന്യൂട്ടായിട്ട് പോയിട്ട് ഹൃദയത്തിൻ്റെ എല്ലാ മാംസപേശികളിലും രക്തവും ഓക്സിജനും എത്തിക്കുന്നു. അപ്പോൾ അതിൽ അടവുണ്ടായാൽ, തടസ്സമുണ്ടായാൽ ആ ഭാഗത്ത് രക്തവും ഓക്സിജനും എത്തുന്നില്ല. എന്താണ് ഫലം? സ്വാഭാവികമായിട്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനം നടക്കാതെ വരികയും ഹാർട്ട് അറ്റാക്ക് എന്ന് നമുക്ക് പറയാം. പല കാരണങ്ങൾ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ലളിതമായൊരു കാരണം ഇതായിട്ട് നമുക്ക് പറയാം. ഇത് എളുപ്പമാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഇത് സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കുമ്പം കൂടുതൽ വെള്ളം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈപ്പിൽ കൂടെ വെള്ളം കൂടുതൽ പോകുന്നത് പോലെ രക്തം കൂടുതൽ പോകുമെന്നൊക്കെ ആയിരിക്കും മനസ്സിലാക്കുന്നത്. അത് ആ ധാരണ വളരെ തെറ്റാണ്. കാരണം നമുക്ക് ശരീരത്തിൽ കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അത് യൂറിനിൽ കൂടെ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പ്രമേഹത്തിലെ ഷുഗർ പുറത്തോട്ട് പോകുന്നത് പോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതെല്ലാം, രക്തത്തിൽ കലരുന്നതെല്ലാം ശരീരം തന്നെ പുറന്തള്ളും. അതിനുള്ള എല്ലാ ശേഷിയും ശരീരത്തിനുണ്ട്.
നമ്മുടെ ഒരു വാട്ടർ അതോറിറ്റി സിസ്റ്റം കൺസിഡർ ചെയ്യുന്നത് പോലെ ഒരിക്കലും ഹ്യൂമൻ സിസ്റ്റത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതിലേക്ക് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ മയോ ക്ലിനിക്കിൽ കോൺടാക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അവിടെ രതീഷ് മേനോൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഇല്ല. ഈ ഡോക്ടർ രതീഷ് മേനോൻ പറയുന്ന ഈ സന്ദേശം ഫോർവേഡ് ചെയ്തു തരുന്ന അധ്യാപകരുണ്ട്, മറ്റു ഡോക്ടർമാരുണ്ട്, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുണ്ട്. അപ്പം ഞാൻ അവരെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഞാനീ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന തലക്കെട്ടോടെ വിശ്വാസയോഗ്യമായ രീതിയിലൊരു സന്ദേശം പുറത്തുവിട്ടാൽ അത് കേരളം ഒന്നാകെ കത്തിപ്പടരാനുള്ള ശാസ്ത്ര അവബോധം മാത്രമേ ഈ കേരളത്തിലുള്ളൂ എന്നുള്ളതാണ്. എല്ലാവരിലും എത്തുമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും അതനുസരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സംശയമെങ്കിലും തോന്നാവുന്ന രീതിയിലുള്ളൊരു സാഹചര്യം കേരളത്തിലുണ്ടാവുന്നു. ഇത് അന്വേഷിച്ച് വരുമ്പോൾ അത് ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലെന്ന് പറയുന്നത് പോലെ ഈ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ആളൊരു പോസ്റ്റ് ഇട്ടു. ശരിക്കും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ആ ആൾ ഡോക്ടറല്ല, ആ ആൾ വേറൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു, ഞാൻ പണ്ട് പറഞ്ഞ സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. കാരണം മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയാണ് ഡോക്ടർമാരിങ്ങനെ ഡോസ് കൂട്ടുന്നതെന്നൊക്കെയുള്ള വാർത്തകൾ പല പത്രങ്ങളിലും വരുന്നുണ്ട്. അതിനെയൊക്കെ ഏറ്റുപിടിച്ച് കുറേ ചാനലുകൾ, ഒരു ഓൺലൈൻ പോർട്ടലുകളിൽ വാർത്തകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓൺലൈൻ പേജുകളിൽ രേഖകൾ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ വെളിപ്പെടുത്തി. അത് പറഞ്ഞിട്ട് പോലും ജനങ്ങളിപ്പോൾ വിശ്വസിക്കാത്ത അവസ്ഥയാണ്. കാരണം രതീഷ് മേനോനുണ്ട്. രതീഷ് മേനോൻ ആരാന്ന് പുറത്ത് പറയാതിരിക്കുന്നത് മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു ചെറിയൊരു ഗ്രൂപ്പിൻ്റെ ഒരു അവകാശവാദം. അപ്പോൾ എത്ര കൃത്യമായ രീതിയിൽ ഇത് അന്വേഷിച്ച് ഇതെല്ലാം തെറ്റിദ്ധാരണകളാണ് എന്ന് പറഞ്ഞാൽ പോലും 100% ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം മുമ്പ് രതീഷ് മേനോൻ പറഞ്ഞതുപോലെ ഒരാളുടെ തെറ്റുകൊണ്ടല്ലാതെ അയാളുടെ മൈൻഡിൽ ഇത് കയറിയിരിക്കുകയാണ്, ഇത് തെറ്റാണ്, ഈ നടക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഉള്ള കുറേ സന്ദേശങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രസൻറ്റേഷനാണ്. ഞാനിപ്പോൾ ഓൾറെഡി തന്നെ ഏതാണ്ട് 25 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു 12 സ്ലൈഡ് ഇതിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എല്ലാം പറയാൻ സാധിക്കില്ല. ഇപ്പോൾ പാരസെറ്റമോളിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ഒരു പരിധിവരെ മനസ്സിലായിട്ടില്ലേ? അപ്പോൾ അതുപോലെ ബാക്കി എല്ലാം പറയുന്നില്ല, ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. ഇൻഫോ ക്ലിനിക്കിലൊരു ലേഖനമായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. ഇൻഫോ ക്ലിനിക്ക് എന്ന് പറയുന്ന ശാസ്ത്രാഭിരുചിയുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ, ഡോക്ടർമാരുണ്ട്, അല്ലാത്ത 1-2 പേരുണ്ട്, അവരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പം അവർ ഈ മെഡിക്കൽ മേഖലയിൽ ഇതുപോലെ വരുന്ന സന്ദേശങ്ങളെ ഡീബങ്ക് ചെയ്യുക, അതിലെ തെറ്റിദ്ധാരണകളെല്ലാം പൊളിച്ചെടുക്കുക, പരോപകാര കിംവദന്തികൾ മാറ്റി പരോപകാരം മാത്രമാക്കി വെക്കുക, അതാണ് ലക്ഷ്യം. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഡോക്ടർമാർ അല്ലെങ്കിൽ ചികിത്സകർ, മൊത്തത്തിൽ അങ്ങനെ അങ്ങ് എടുത്തോ, മരുന്ന് കമ്പനികൾക്ക് വേണ്ടി ഓരോ വർഷവും അല്ലെങ്കിൽ 2-3 വർഷം കൂടുമ്പോൾ നമ്മൾ രക്തത്തിൽ ഒരു അസുഖമുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ട ഒരു അളവുണ്ടല്ലോ, ആ അളവ് വ്യത്യാസപ്പെടുത്തുന്നു കൂടുതൽ ആൾക്കാരെ രോഗികളാക്കാൻ വേണ്ടി. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഏതാണ്ട് ഒരു 8-10 പോയിന്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് മാത്രം ഞാൻ സംസാരിക്കാം. അപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. 2 തരത്തിലുണ്ട്, ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ, ആഗ്നേയ ഗ്രന്ഥിയിലെ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ഇൻസുലിൻ ഉണ്ടാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇൻസുലിൻ എന്താണെന്ന് അറിയാമല്ലോ, ഒത്തിരി കടന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങും എത്തത്തില്ല. അപ്പം ഇൻസുലിൻ എന്ന് പറയുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാനും അത് സ്റ്റോർ ചെയ്യാനും സഹായിക്കുമെങ്കിൽ ഗ്ലൂക്കഗോൺ, അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ ഇവർ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂട്ടി കൂടുതൽ ഗ്ലൂക്കോസ് കോശങ്ങളിൽ എത്തിച്ചിട്ട് കോശങ്ങളുടെ പ്രവർത്തനം നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അപ്പം ഈ 3 ഹോർമോണുകളും ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണും തമ്മിലുള്ള ഒരു വടംവലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇൻസുലിനെ ഒരു ആനയായിട്ടും മറ്റേത് 2-3 മനുഷ്യരായിട്ട്, ശക്തന്മാരായിട്ട്, മല്ലന്മാരായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇൻസുലിൻ ജയിക്കുകയാണെങ്കിൽ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ ഈ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത്? ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലുകളുടെ പ്രവർത്തനത്തെ ബാധിക്കും, കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കും, കാഴ്ചശക്തിയെ ബാധിക്കും, ന്യൂറോപ്പതി വന്ന് നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കും, ഹൃദയസ്തംഭനം ഉണ്ടാകാനുള്ള സാധ്യത കൂടി രക്തക്കുഴലുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതുകൊണ്ട്, അതുപോലെ തന്നെ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി അവയവങ്ങൾക്ക് അസുഖ സാഹചര്യം ഉണ്ടാകാവുന്ന ഒരു സംഭവമാണ് പ്രമേഹമെന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ലളിതമായിട്ട് അറിയാവുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടുന്നത് മാത്രമാണ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ആഹാരം കഴിക്കാതെയും ആഹാരം കഴിച്ചും രക്തത്തിലെ ഗ്ലൂക്കോസ് നോക്കുമെന്ന് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ആഹാരം കഴിക്കാതെ നോക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് 140 ആണെങ്കിൽ, 140 മുകളിലാണെങ്കിൽ പ്രമേഹമുണ്ട്, താഴെയാണെങ്കിൽ ഇല്ല. അങ്ങനെയായിരുന്നു പണ്ട്. അതിപ്പോൾ 126 ആക്കിയിട്ടുണ്ട്. അതാണ് ഇദ്ദേഹം പറയുന്നത്. ആ 126 എന്നുള്ളത് ഇനിയും മാറ്റാൻ സാധ്യതയുണ്ട്, 109 മാറ്റാൻ സാധ്യതയുണ്ട്, മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോപണം ഇതാണ്, ഈ 140 എന്നുള്ളത് 126 കൊണ്ടുവന്നതും ഇപ്പോൾ ഈ ആഹാരം കഴിച്ചതിന് ശേഷമുള്ള ഷുഗർ 2 മണിക്കൂർ, 1.25-2 മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ ലെവൽ 200 പ്രമേഹമില്ലാത്ത അവസ്ഥ. 200 താഴെ, 200 മുകളിലായാൽ പ്രമേഹം ഉണ്ടെന്നാണ്. അപ്പോൾ അത് 180 കുറയ്ക്കാൻ പോവുകയാണ്. അപ്പം ഇതെല്ലാം മരുന്ന് കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയാണ്. കാരണം വീട്ടിലിരിക്കുന്ന ആൾക്കാർ മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമല്ല കമ്പനികൾക്ക് ലാഭമുള്ളൂ എന്നൊരു കാഴ്ചപ്പാട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തീരുമാനങ്ങളെല്ലാം വരുന്നത് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സോ ഒന്നും എടുക്കുന്നതല്ല.
ഇത് ലക്ഷക്കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അതായത് രോഗമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന പഠനങ്ങളുടെ ഫലമാണ്. ഇപ്പോൾ ഒരു പഠനത്തിൽ അറിയുകയാണ്, രക്തത്തിലെ ഷുഗർ ലെവൽ 100-ൽ താഴെയാണെങ്കിൽ, ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണ്, 100-ൽ താഴെയാണെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനുള്ള സാധ്യത 50% നിന്ന് 10%-ലേക്ക് കുറയുന്നു എന്ന് വെക്കുക. ഇപ്പം നമ്മളത് 126 എന്നാണ് കരുതിയിരിക്കുന്നത്, അല്ലെ നെഫ്രോപ്പതി വരാനുള്ള സംഭവം 126 എന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത്. അത് 100-ൽ താഴെയാണെന്നും പറഞ്ഞൊരു പഠനം വരുന്നു. ഈ പഠനത്തിൻ്റെ സാമ്പിൾ സൈസ് നമ്മൾ നോക്കും. നമ്മളിപ്പോൾ എലികളിൽ നടത്തിയ പഠനത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒരു 100 പേരോ 10 പേരോ ആണെങ്കിൽ അതിന് ഒരു വാല്യൂ ഇല്ല. ആ സമയം അതിൽ 1,00,000 പേരിൽ അല്ലെ 2,00,000 പേരിൽ പഠനം നടത്തിയതാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും പല സമയത്ത് ഇതേ പഠനം നടത്തിയപ്പോൾ ഇതേ റിസൾട്ട് വരുന്നു എന്ന് കരുതുക. തീർച്ചയായും നമ്മൾ ആ പഠനങ്ങളെ വിശ്വാസത്തിലെടുത്തേ പറ്റൂ. എന്തുകൊണ്ടെന്നാൽ ആ പഠനം അല്ല തെറ്റുന്നത്, അതിനു മുമ്പുണ്ടായിരുന്ന നമ്മളുടെ അറിവാണ് തെറ്റുന്നത്. അതിനു മുമ്പ് നമ്മളുടെ അറിവ് 126 mg/dL ഷുഗർ രക്തത്തിലുണ്ടെങ്കിൽ ഒരപകടവും ഇല്ല എന്നായിരുന്നു നമ്മുടെ അറിവെങ്കിൽ കൂടുതൽ പഠനം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു 100 mg/dL ആണെങ്കിൽ ആയാൽ കൂടുതൽ സുരക്ഷിതമാണെന്ന്. കാരണം പ്രമേഹം എന്ന് പറയുന്നത് ഈ ഗ്ലൂക്കോസ് കൂടുന്നത് മാത്രമല്ല, മറ്റ് അവയവങ്ങളിലുണ്ടാകുന്ന അസുഖങ്ങളാണ്. അപ്പം കൂടുതൽ ശരി നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾ ആ ലെവൽ താഴ്ത്തുന്നു. അതുപോലെ ഇതേ പ്രസൻറ്റേഷനിലുള്ള രണ്ടാമത്തെ ആരോപണമാണ്, പണ്ടുണ്ടായിരുന്ന പല മരുന്നുകളും ഇപ്പം നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ലേ, പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നില്ലേ? ശരിയാണ്. ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്ന മൈക്കിൽ കൂടാണ്, നിങ്ങളത് കേൾക്കുന്നുണ്ട്. പണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ആദിമ മനുഷ്യൻ ആംഗ്യങ്ങളിൽ കൂടെയാണ് സംസാരിച്ചത്, അല്ലേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗ്യം കാണിക്കുന്നു. മറ്റേ എപ്പോഴും പെട്ടെന്ന് ആംഗ്യം എന്ന് പറയുമ്പോൾ ആ ഫിലിമാണ് മനസ്സിലേക്ക് വരുന്നത്. ജപ ജപ ഓർക്കണില്ലേ? നിങ്ങൾ ആ ഫിലിം ഓർക്കുന്നില്ലേ? പേര് ഓർക്കുന്നുണ്ടോ? പഞ്ചാബി ഹൗസിൽ ദിലീപ് ഹരിശ്രീ അശോകനോട് ചോദിക്കുന്ന ആംഗ്യം പോലെ, ഞാൻ കളിയാക്കാൻ പറഞ്ഞല്ല, പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ എളുപ്പമുണ്ട് എന്നൊരു ഉദാഹരണമായതുകൊണ്ട് പറഞ്ഞതാണ്. പണ്ട് ആംഗ്യങ്ങളിലൂടെ, അത് കഴിഞ്ഞ് ലിപികൾ കണ്ടുപിടിച്ചു, സംസാര ഭാഷ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എളുപ്പമായി. ആദിമ കാലഘട്ടത്തിൽ ഈ വാർത്താവിനിമയ സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഒരു കാര്യം ഒരാളോട് പറയണമെങ്കിൽ കിലോമീറ്ററുകൾ നടന്നു എന്ന് വിവരം പറയണം. അത് കഴിഞ്ഞത് കുതിരകളെയും കാളകളെയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി പെട്ടെന്ന് യാത്രാ സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ കൂടുതൽ പെട്ടെന്ന് വാർത്താവിനിമയം എളുപ്പമായി. ഇടയ്ക്ക് യുദ്ധ കാലഘട്ടത്തിലൊക്കെ ട്രെയിൻ ചെയ്ത പക്ഷികളെ കൊണ്ട് വിവരങ്ങൾ കൈമാറാൻ തുടങ്ങി. പ്രാവുകൾ, പരുന്തുകളൊക്കെ ഉപയോഗിച്ചതായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം ചക്രങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ഇവരാരും നടന്നുപോയി എഴുത്ത് കൊടുത്തില്ല, ആംഗ്യങ്ങളും കാണിച്ചില്ല. ഇവരെന്താ ചെയ്തത്? ആ വാഹനത്തിൽ കയറി തപാൽ ഓഫീസിൽ എഴുത്തിട്ട് തപാൽ വേറൊരു സ്ഥലത്തെത്തിച്ച് അഡ്രസ്സിലുള്ള ആൾക്ക് കൊണ്ടുവെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശരിയല്ലേ? അതിനുശേഷം ഇമെയിൽ കണ്ടുപിടിക്കുന്നു, ഫാക്സ് കണ്ടുപിടിക്കുന്നു, ടെലിഫോൺ കണ്ടുപിടിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പോട്ടെ, നമ്മൾ മൊബൈൽ ഫോൺ കണ്ടുപിടിക്കുന്നു. മൊബൈൽ ഫോൺ നമ്മൾ ആദ്യം ഫോൺ വിളിക്കാൻ വേണ്ടി മാത്രം കണ്ടുപിടിച്ചതാണ്. ഇപ്പോൾ അതിലൂടെ ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നു. നമ്മൾ എന്താണോ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ഫയലുകളായിട്ട് രേഖപ്പെടുത്തി അയച്ചു കൊടുക്കാൻ സാധിക്കുന്നു. പ്രിൻ്റ് ഔട്ട് എടുത്ത് വായിക്കാം, അല്ലെങ്കിൽ മൊബൈലിലൂടെ തന്നെ വായിക്കാം. അതിൻ്റെ വേഗത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം 2G, 3G, 4G, ഇപ്പോൾ 5Gയിൽ എത്തി നിൽക്കുന്നു. 5G എത്തി നിൽക്കുമ്പോൾ നമ്മളാരും ആംഗ്യം കാണിക്കാറില്ല, നമ്മളാരും നടന്നുപോയി വിവരം പറയാറില്ല. ലാൻഡ് ഫോണിൻ്റെ ഉപയോഗം തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം സയൻസ് എപ്പോഴും അങ്ങനെയാണ്, കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ ആധുനികമായ സൗകര്യങ്ങൾ മനുഷ്യൻ്റെ പ്രയോജനത്തിനും സൗകര്യത്തിനും വേണ്ടി അത് ഉപയോഗിക്കുന്നു. മരുന്നുകളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ഗവേഷണങ്ങളുടെ ഫലമായി കൂടുതൽ മികച്ച മരുന്നുകൾ വരുമ്പോൾ പണ്ട് കണ്ടതെടുത്ത് കൊട്ടയിലിടും. കണ്ടുപിടുത്തങ്ങളും സയൻസും എപ്പോഴും അങ്ങനെയാണ്. വ്യക്തിപരമായ അല്ലെ വ്യക്തി അനുഭവ സാക്ഷ്യങ്ങൾക്ക് യാതൊരു വിലയും അവിടെയില്ല. ഒരു 2016 ഒരു ഏറ്റവും കൂടുതൽ വൈറലായ പോസ്റ്റുകളിലൊന്നാണ്, RCC ചികിത്സാ സഹായത്തിനായി ഇദ്ദേഹത്തെ വിളിക്കുന്നു, മോഹനൻ എന്ന് പറഞ്ഞ വ്യക്തിയെ വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേജിൽ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, RCCയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മരണങ്ങൾ, അവർക്ക് ക്യാൻസർ ചികിത്സിക്കാൻ പറ്റുന്നില്ല, എൻ്റെ സഹായം ചോദിച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ ഒരു മീറ്റിങ്ങിന് പോയി ഒരു ഫോട്ടോഗ്രാഫൊക്കെ ഇട്ടു. അപ്പോൾ ജനങ്ങളത് 1000-2000 ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു. ലക്ഷക്കണക്കിന് ആൾക്കാരോ റീജിയണൽ ക്യാൻസർ സെൻറ്റർ, ഒരു വൈദ്യൻ്റെ സഹായം വേണം, എന്തിനാണ് വെറുതെ RCCയിൽ പോകുന്നത്? അങ്ങനെ ചിന്തിക്കുന്നൊരു കാലം. അന്വേഷിച്ചപ്പോൾ എന്താ, RCCയിൽ ഒരു അപേക്ഷ കൊടുത്ത് ഒരു മീറ്റിങ്ങിന് അപ്പോയിൻമെൻ്റ് എടുത്ത് സംശയം ചോദിക്കാൻ ചെന്നതാണ്. ഒരു വിഷയം സംസാരിക്കാൻ ചെന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ഇതാണ്. ഇപ്പോൾ ഞാനിപ്പം വീട്ടിൽ നിന്ന് പോരുന്നതിൻ്റെ മുമ്പ് ഞാനിപ്പോൾ ഇടുവാണ്, ഞാൻ എസൻസിൻ്റെ മീറ്റിങ്ങിൽ പോയിട്ട് ഇന്ത്യ റഷ്യ വാറിനെക്കുറിച്ച് ട്രംപിനോടും പുടിനോടും സംസാരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഏതാണ്ട് ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഞാനൊരു മുഖം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. മോഹനൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയോ അല്ലെ ജേക്കബ് വടക്കഞ്ചേരി എന്ന് പറഞ്ഞൊരു വ്യക്തിയോ അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഇതുപോലെ കുറേ ആൾക്കാരുണ്ട്. ഇവരുടെ എല്ലാം വീഡിയോ ഒക്കെ വളരെ ഹിറ്റാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ എന്താ പറയുക, രാവണപ്രഭു സിനിമ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പഞ്ചാബി ഹൗസ്,
അതും വിധേയനുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുക. വിധേയം കാണാൻ ആൾക്കാർക്ക് അത്ര താല്പര്യം കാണില്ല. എല്ലാവർക്കും എന്നല്ല പറയുന്നത്, പൊതുവായ സാമാന്യവൽക്കരിച്ച് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർക്കും വിധേയൻ അല്ലെങ്കിൽ സോം അല്ലെങ്കിൽ പിറവിയൊക്കെ അതിലും പുറകോട്ട് പോകാൻ വേണമെങ്കിൽ നമുക്ക് അഗ്രഹാരത്തിൽ കഴുതി, അമ്മയറിയാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്നുമുണ്ട്. പക്ഷേ പൊതുസമൂഹത്തിൽ എന്തുമാത്രം സ്വീകാര്യത ഉണ്ടെന്നുള്ളതാണ്. അവർക്കിഷ്ടം ഭക്തകുചേലയും അല്ലെങ്കിൽ പഞ്ചാബി ഹൗസും രാവണപ്രഭുവും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ സയൻസിൻ്റെ പ്രശ്നം ഇതാ. ഇപ്പോൾ ഒരാൾ പറയുകയാണ് RCCയിൽ ക്യാൻസർ മാറില്ല, പകരം എൻ്റെ അടുത്ത് വന്നാൽ മതി, ഞാൻ മാറ്റാം, അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് ഫീസൊന്നും വേണ്ട, ദക്ഷിണ തന്നാൽ മതി, ഒരു 3000 അല്ലെങ്കിൽ 4000 രൂപ ദക്ഷിണ, അതിൽ കൂടുതൽ ഞാൻ മേടിക്കത്തില്ല, നിങ്ങൾ പോരെ ധൈര്യമായിട്ട്, ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് പോസ്റ്റ് ഇടാം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോ. ശരിയാ, ആരും ചോദിക്കാനുണ്ടാവില്ല. കറക്റ്റാണ്, വാദഗതികൾ കറക്റ്റാണ്, പക്ഷേ ചോദിക്കാൻ ആളുണ്ടാവില്ല. ഇവിടെയാണ് അതിൻ്റെ പ്രശ്നം. പക്ഷേ ഇങ്ങനെയുള്ള മെസ്സേജുകൾക്ക് വലിയ വ്യാപ്തി കിട്ടുക. ഇദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ കാണുമ്പം ഞാൻ കരുതിയത് ഇതൊന്നും ജനങ്ങളങ്ങനെ വിശ്വസിക്കത്തില്ല. ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുകയാണ്, പുല്ലാങ്കുഴൽ സംഗീതം ആൻറ്റിബയോട്ടിക്കാണ്. വേറൊരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതാണ്, വൈറസ് ഇല്ല, വൈറസ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, പുക വലിച്ചാലും മദ്യപിച്ചാലും ക്യാൻസർ വരില്ല, ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖമില്ല. 2 ദിവസം മുൻപുള്ള വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ക്യാൻസർ ഞാൻ ചികിത്സിക്കാം. ഇങ്ങനെ എല്ലാ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ്സാണ്. പക്ഷേ ഇതെല്ലാം വിശ്വസിക്കുന്ന വലിയൊരു ആരാധക വൃന്ദത്തെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രശ്നം. കുറേ ഉണ്ട്. അതായത് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് പല്ലിനെ നശിപ്പിക്കാനാണ്. കദളിപ്പഴം കഴിച്ചാൽ ക്യാൻസർ മാറും, നിങ്ങൾ RCC പോകേണ്ട, എൻ്റെ അടുത്ത് വരും, കദളിപ്പഴം കഴിച്ച് നിങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യും. ഈ രീതിയിലുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ കുറച്ചെങ്കിലും ആൾക്കാർ ഇത് വിശ്വസിക്കുന്നുള്ളത് കൊണ്ടാണ് അവിടെ തിരക്കുണ്ടാവുന്നത്. ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾക്കെതിരെ കുറേ ആൾക്കാർ, ശാസ്ത്രാവബോധമുള്ള ആൾക്കാർ, ഇന്നിവിടെ നേരത്തെ സംസാരിച്ച എല്ലാവരും തന്നെ, അവരൊക്കെ കൂടുതൽ എഴുതുകയൊക്കെ ചെയ്തപ്പോൾ കുറച്ചൊക്കെ മെച്ചം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വെളിയിലാണ് കേരള സമൂഹം ജീവിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന എത്ര ശതമാനം ആൾക്കാരുണ്ടാവും? അല്ലെങ്കിൽ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന എത്ര ശതമാനം ആൾക്കാരുണ്ടാവും? അതിന് വെളിയിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തുന്നുണ്ട്. കാരണം നമ്മൾ ഇത് തെറ്റാണ് എന്ന് തെളിയിക്കുന്നത് എത്തുന്ന ഒരു തലമുണ്ട്. അത് കഴിഞ്ഞ് ആദ്യം വന്നൊരു സന്ദേശം, ഇപ്പം അടുത്ത വർഷം നോക്കിയപ്പോൾ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ മേടിക്കുന്നവർ എന്ത് ഉപയോഗിക്കുമെന്ന് രാവിലെ വൈശാഖൻ തമ്പി പറഞ്ഞു, വൈശാഖൻ രതീഷ് പറഞ്ഞു. അവർ ഫ്രൂട്ടിക്കകത്ത് HIV ഉണ്ട്, അത് ഉപയോഗിക്കരുത് എന്ന് പറയുന്ന സന്ദേശം ഫോർവേഡ് ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. അത് അവരുടെ തെറ്റല്ല, അവർക്ക് അയച്ചു കിട്ടുന്നത് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ സ്പീറിനകത്ത്, നമ്മളുടെ ഈ ബബിളിനകത്ത് മാത്രമല്ല ജനങ്ങളുള്ളത്, ഈ ബബിളിന് പുറത്ത് ജനങ്ങളുണ്ട്. നമ്മൾ എത്ര തവണ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാലും, ഈ ഹാളിനകത്തിരുന്ന് നമ്മൾ പറഞ്ഞാലും, വാട്സാപ്പിൽ നമ്മൾ എഴുതിയാലും, ഫേസ്ബുക്കിൽ നമ്മൾ എഴുതിയാലും, ഇൻഫോ ക്ലിനിക്കിൽ എഴുതിയാലും, എസൻസിൻ്റെ പേജിൽ വന്നാലും, ഫ്രീ തിങ്കേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ചർച്ച വന്നാലും, എത്ര തവണ നമ്മൾ പറഞ്ഞാലും പുതുതായി ഉപയോഗിക്കുന്നവർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം സമൂഹത്തിൽ ഇതവിടെ ഉണ്ട്, സമൂഹത്തിൽ ഇത് വിഷമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുക്കൾ ഇങ്ങനെ 3-4 പേരാണ്. ഇപ്പം പലർക്കും എതിരെ ശിക്ഷകളൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായിരുന്നു വടക്കഞ്ചേരിക്കെതിരായിട്ട്, ECG നോക്കാൻ അറിയില്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, അപ്പോൾ ഒരു രോഗിയുടെ മരണത്തിന് നിങ്ങൾ കാരണമാകുന്നില്ല എന്നൊരു വിധി ഉണ്ടായിരുന്നു. അത് ജനങ്ങൾക്ക് അത്രയും അതൊന്നും കൺവിൻസിങ് അല്ല. കാരണം എനിക്ക് അനുഭവമുണ്ട്. എങ്ങനെ അനുഭവം? എനിക്ക് വൈറൽ ഫീവറാണ്, എനിക്ക് പനി അല്ലെങ്കിൽ ശരീരവേദന കുറയാൻ ഞാൻ പാരസെറ്റമോൾ കഴിക്കുന്നു എന്ന് കരുതുക. പാരസെറ്റമോൾ കൊണ്ട് വൈറൽ ഫീവർ മാറുന്നില്ല. വൈറൽ ഇൻഫെക്ഷൻ്റെ ആ പീരീഡ് കഴിയുമ്പോഴാണ് അത് മാറുന്നത്. സ്വാഭാവികമായിട്ട് ഒരു 7 ദിവസം കൊണ്ട് മാറാം, ഒരാഴ്ച കൊണ്ട് മാറാം. അതുപോലുള്ള അസുഖങ്ങൾ ചികിത്സിച്ച് ഭേദപ്പെടുത്തി എന്ന് പറയുന്നു. സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട്, സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ. കുറച്ച് നാളുകൾക്ക് ശരീരത്തിൽ നല്ല ഒരു പാടുകളും കട്ടിയായ പാടുകളും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, വേദന ഉണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോൾ അത് കുറയും, പിന്നെ ഒരു പീരീഡ് കഴിയുമ്പോൾ വീണ്ടും വരും. ഇതുപോലുള്ള അസുഖങ്ങൾ പരസ്യത്തിന് ഇവർ ഉപയോഗിക്കുന്നു. അപ്പം അങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ജനങ്ങളെ നമ്മുടെ രുദ്രാക്ഷ മഹാത്മ്യത്തിനകത്ത് മോഹന വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. അവൾ നിങ്ങളെ പ്രണയിക്കുന്നില്ലേ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അയാൾക്ക് നിങ്ങളിൽ വിരക്തി ഉണ്ടാവുന്നുണ്ടോ? സ്ത്രീവിരുദ്ധമാണ് പരാമർശം. പക്ഷേ ചോദിക്കുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ജയിക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചോ? മാറാവ്യാധികളുണ്ടെങ്കിൽ ചികിത്സ കൊണ്ട് മാറാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചോ? അപ്പോൾ ആ മോഹന വാഗ്ദാനങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ അടിത്തറ ഇല്ലാതെ, സർക്കാർ അംഗീകൃത മേഖല അല്ലാതെയുള്ള വൈദ്യമേഖലയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പേര് വന്നിട്ടുണ്ട്, മോഹനവൈദ്യം എന്നാണ് ആ പേര്. അപ്പോൾ അത് ഈ മോഹന വാഗ്ദാനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു പേരാണ്, ഒരു വ്യക്തിയുടെ പേരിൽ നിന്നല്ല. പിന്നെ ഉള്ളത് പത്രങ്ങളിൽ വന്നൊരു വാർത്തയാണ്, വീട്ടിലെ പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. വീട്ടിൽ പ്രസവങ്ങൾ നടന്നൊരു കാലമുണ്ട്. വീടില്ലാതിരുന്ന കാലഘട്ടത്തിലും പ്രസവങ്ങൾ നടന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ചോദിക്കുന്ന ഇതാണ്, പണ്ട് ആശുപത്രികളുണ്ടായിരുന്നു, എന്തിനാ കൊള്ളയടിക്കാൻ വേണ്ടിയല്ലേ ആശുപത്രി ഉണ്ടായിരിക്കുന്നത്? ഇത് പണ്ടില്ലായിരുന്നല്ലോ, ഞങ്ങൾ വീട്ടിൽ പ്രസവിച്ചോളാം. ശരിയാ, വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ട്.
വീട്ടിൽ പ്രസവിക്കുന്ന സമയത്ത് എത്ര കുട്ടികൾ മരിക്കുന്നുണ്ടായിരുന്നു, എത്ര അമ്മമാർ മരിക്കുന്നുണ്ടായിരുന്നു, ഇതുകൂടെ പറയണ്ടേ? 1960 ഇന്ത്യയിലെ ശിശുമരണ നിരക്ക് 160 1000 കുട്ടികൾ ജനിച്ചാൽ 160 പേർ മരണമടയുമായിരുന്നു. 1960 സ്വാതന്ത്ര്യം ലഭിച്ച് 13 വർഷങ്ങൾക്ക് ശേഷം. ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ശിശുമരണ നിരക്ക് 250 അതെനിക്ക് അത്ര ഉറപ്പില്ല, കാരണം ഈ ആധികാരികമായ രേഖകളല്ല. അവിടെ നിന്നും ഇപ്പോൾ കേരളത്തിൽ എത്രയാണെന്നറിയുമോ? 6 എന്നാണ് അവസാന പഠനം. ഞാൻ അതും വിശ്വസിക്കുന്നില്ല. അതിൻ്റെ സാമ്പിൾ സൈസിൽ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എങ്കിൽ പോലും 10 എന്ന് നമുക്ക് പറയാം. 12 ഇതിന് മുമ്പുണ്ടായിരുന്നു 2011. അത് കുറച്ച് 10-ൽ താഴെയെന്ന് നമുക്ക് പറയാം. 160 ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് 10-ൽ താഴെ, അല്ലെങ്കിൽ 6 എന്ന് വെച്ചു, അല്ലെ 10 എന്ന് വെച്ചു, ഇവിടെ എത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര അല്ലെ ആ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ജനിക്കുന്ന 4 കുട്ടികളിൽ അല്ലെങ്കിൽ 5 കുട്ടികളിൽ ഒരാൾ മരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ 1006. എനിക്കതിന് കണക്ക് കൂട്ടാനുള്ള ഈ കഴിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ മേഖലയിലേക്ക് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് കണക്ക് കൂട്ടി സമയം കളയുന്നില്ല. 1006 പേര് മരിക്കുന്നു. അപ്പോൾ മാതൃമരണ നിരക്ക് 2001, 2002 കാലഘട്ടത്തിലെ മാതൃമരണ നിരക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിൽ 100-ന് മുകളിലാണ്, 110, 120 റേഞ്ചിലാണ്. ഇപ്പോൾ അത് 60 അല്ല, അതിൽ കുറവോ, 61, 50-നും 60-നും ഇടയ്ക്ക് അങ്ങനെ ഒരു അളവാണ്. അതായത് 10 വർഷത്തിനിടയിലുണ്ടായ മാറ്റമാണിത്. അത് 1 ലക്ഷത്തിലാണ് കേട്ടോ. അതായത് മാതൃമരണ നിരക്ക് 1 ലക്ഷം അമ്മമാർ, 1 ലക്ഷം പ്രസവങ്ങൾ നടക്കുമ്പോൾ, കുട്ടികൾ ഉണ്ടാകുമ്പോൾ എത്ര അമ്മമാർ മരിക്കുന്നു, അത് ഇപ്പോൾ 60. വീട്ടിൽ പ്രസവിക്കുമ്പോൾ എത്രയായിരുന്നു? അതാണ് ചോദ്യം. 10 വർഷത്തിനിടയിലുണ്ടായ മാറ്റം പകുതിയായിട്ട് കുറയുകയാണെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയില്ലാതിരുന്ന പ്രാചീന കാലഘട്ടത്തിൽ എത്രയായി വേണമെങ്കിലും ഉയരാം. എന്തായാലും ഇപ്പോൾ ഉള്ളതിൻ്റെ 10 മടങ്ങെങ്കിലും വർദ്ധിച്ചിരുന്നു. അവിടെ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, ആശുപത്രിയിലെ പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ശിശു മരണനിരക്കും മാതൃമരണ നിരക്കും കുറച്ചുകൊണ്ടുവന്നു. അപ്പം ആ നാട്ടിലിരുന്ന് നമ്മൾ പറയുകയാണ്, എന്താണ്, പൗരാണികതയിലേക്ക് തിരിച്ചു പോകൂ, വീട്ടിലല്ലേ പണ്ട് പ്രസവം നടന്നത്. അതിനും പണ്ടുണ്ട് പൗരാണികത. വീടും കുടിലും കൃഷി ചെയ്യാനുള്ള സ്ഥലവും ഒന്നുമില്ലാതെ മരവുരി ധരിച്ച്, അതുപോലെ വസ്ത്രങ്ങളില്ലാതെ പാറകളുടെ ഇടുക്കിലും ഒക്കെ അങ്ങനെ വളർന്ന ഒരു കാലഘട്ടമുണ്ട് മനുഷ്യകുലത്തിന്. ആ പൗരാണിക കുലത്തിലേക്ക് തിരിച്ചു പോകാൻ ഇവർ പറയുന്നില്ലല്ലോ. ഇവർ പറയുന്നത് ഏത് മാധ്യമത്തിലൂടെ ഇവർ പറയുന്നത്? TV ചാനലുകളിൽ വന്നിരുന്ന് എയർ ചെയ്യുന്ന മാധ്യമത്തിലൂടെ, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത് പറയുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കൂടെ വോയിസ് ടൈപ്പ് ചെയ്യുന്നു. ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ, AC കാറിൽ AC റൂമിലിരുന്ന് സംസാരിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് പൗരാണികതയിലേക്ക് തിരിച്ചു പോകണം. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം സമൂഹത്തിനാണ്. കാരണം മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ സന്ദേശങ്ങൾ വളരെ വ്യാപകമാണ്. ഒരു പത്രത്തിൻ്റെ സൺഡേ സപ്ലിമെൻറ്റിൻ്റെ ഒരു പേപ്പറാണ് പ്രസവാനന്ദം എന്ന ഹെഡ്ലൈനിൽ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. പ്രധാന പത്രത്തിൻ്റെ, മലയാള പത്രത്തിൻ്റെ, ജനങ്ങളെ സ്വാധീനിക്കും. 2-3 ബോക്സുകളായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സമയം ഒന്ന് നോക്കിയതിന് ശേഷം 4:14 ഒരു 15 മിനിറ്റിൽ തീർക്കണം, അല്ലേ നിങ്ങൾക്കും പോകണം. ഒരു സർക്കാർ അംഗീകൃത വൈദ്യമേഖലയിലെ ഒരു സിലബസിലടക്കമുള്ള ഒരു സംഭവം. മീനെന്ന് പറയുന്നത് മാറി വരും. ചിലപ്പോൾ കൊഞ്ചാവും, ചിലപ്പോൾ ചെമ്മീനാകും. തൈരെന്നുള്ളത് ചിലപ്പോൾ മോരാകാം. നാരങ്ങാവെള്ളം എന്നുള്ളത് അതുപോലെ സിട്രിക് ആസിഡുള്ള എന്തെങ്കിലും, അങ്ങനെ മാറ്റി വരാം. വൈറ്റമിൻ സി ഉള്ള എന്തെങ്കിലും ആകാം. ഇതൊരുമിച്ച് ഉപയോഗിച്ചാൽ മരണം സംഭവിക്കുമെന്നാണ് വിരുദ്ധാഹാരം എന്ന് പറയും. വിരുദ്ധാഹാരം കേട്ടിട്ടുണ്ടോ? അലുവയും മത്തിക്കറിയും എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഈ വിരുദ്ധാഹാരങ്ങൾ കഴിക്കാൻ പാടില്ല, കഴിച്ചാൽ മരിച്ചു പോകും, ആരോഗ്യത്തിന് അപകടമാണ്. ഇതൊക്കെ ശുദ്ധമായ അബദ്ധമാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇന്ന് ഉച്ചയ്ക്കല്ല, ഇന്നലെയും കൂടെ കഴിച്ചത് ഇതൊക്കെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ, തൈര്, കൊഞ്ച്, ഇതെല്ലാം ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് ഒരു സുഖം. ഇതിൻ്റെ ഈ ഹോക്സിനകത്തുമൊക്കെ പറഞ്ഞിരിക്കുന്നത്, ആ പത്രവാർത്ത ഉണ്ടായിരുന്നു. ഒരു പത്രത്തിൽ പഠിപ്പുരയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വായിക്കുന്ന ഒരു പേജുണ്ടല്ലോ, ആ പേജിൽ എഴുതിയിരുന്നത് ഇത് ഒരുമിച്ച് കഴിക്കരുതെന്ന്. അതായത് വിദ്യാർത്ഥികൾക്ക് സയൻസ് പറഞ്ഞു കൊടുക്കുന്ന പേജിലുള്ള ഒരു ആർട്ടിക്കിളാണ് ഇത്. അപ്പോൾ ഇത് കഴിച്ചാൽ എന്താ പറ്റുകയെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിച്ചാൽ ആഴ്സനിക് പോയിസണിങ് ഉണ്ടാവും. ഈ ആഴ്സനിക് എന്ന് പറഞ്ഞ വസ്തു ഒരു മൂലകമാണ്, നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള ഒരു മൂലകമാണ്. അത് നമ്മുടെ ശരീരത്തിലുണ്ട്. ക്രസ്റ്റേഷ്യൻസിൽ അല്ലെങ്കിൽ ഷെൽ ഫിഷസിലൊക്കെ ആഴ്സനിക്കിൻ്റെ അംശം അതിൻ്റെ ഷെല്ലിലുണ്ടെന്നാണ് പല ലേഖനങ്ങളിലും ഉള്ളത്. ശരിയാണ്. അത് വൈറ്റമിൻ സിയുമായിട്ട് പ്രതിപ്രവർത്തിക്കത്തൊന്നുമില്ല. അത് വൈറ്റമിൻ സിയുമായിട്ട് പ്രതിപ്രവർത്തിച്ച്
മരണകാരണമാകാവുന്ന ആഴ്സനിക് ഡയോക്സൈഡ്, ട്രയോക്സൈഡ് ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്, ആ ലേഖനങ്ങളിലൂടെ ഹോക്സുകളിലൂടെയൊക്കെ പറയുന്നത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ഒരു മനുഷ്യന് അപകടകരമായ രീതിയിൽ ആഴ്സനിക് ഉണ്ടാവണമെങ്കിൽ ഒറ്റ ഇരിപ്പിൽ ഒരു 1000 കിലോ മീനും ഒരു 200 ലിറ്റർ നാരങ്ങാ വെള്ളം, അത്രയും വൈറ്റമിൻ സി ഒക്കെ അകത്ത് ചെല്ലണം. അല്ലാതെ നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ ആഴ്സനിക്കൊന്നും വരത്തില്ല. അത് മാത്രമല്ല, ഇങ്ങനെ വരുന്ന ആഴ്സനിക്കിനെ പുറന്തള്ളാനായിട്ടുള്ള ശേഷിയൊക്കെ ശരീരത്തിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡോസാണ് പ്രശ്നം. അല്ലാതെ മീനും തൈരും മോരും ആഴ്സനിക്കും ഒരുമിച്ച് കഴിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പം നമ്മുടെ ശുക്ലത്തിൽ ഗോൾഡുണ്ട്, സെമനിൽ ഗോൾഡുണ്ട് എന്ന് വെച്ച് സുവർണ നദിയിൽ, സുവർണരേഖ എന്ന് പറഞ്ഞൊരു നദിയുണ്ട്, അറിയാമല്ലോ. അതിൻ്റെ കരയിൽ താമസിക്കുന്നവർ രാവിലെ എണീറ്റ് അരിക്കും, ഈ മണലരിച്ചിട്ട് സ്വർണ്ണമുണ്ടാക്കാൻ നോക്കുക. സ്വർണ്ണം കിട്ടുന്നുണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷേ നിങ്ങൾ അവരുടെ ചിത്രം കാണണം, നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചിത്രം കാണാം. ആ ചിത്രത്തിൽ കാണാം അവർക്ക് ഒന്നുമില്ല. അവരുടെ സാമ്പത്തികമായിട്ട് വളരെ പരാധീനതയാണ് അവർക്ക്. അതായത് കിട്ടുമെന്നൊക്കെ ഉള്ളത് ശരിയാണെങ്കിൽ പോലും, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ ഒന്നും കിട്ടുകയില്ല. അതായത് നിങ്ങൾക്ക് ശുക്ലത്തിൽ നിങ്ങൾക്ക് ഗോൾഡ് ഉണ്ട്, അല്ലെങ്കിൽ നഖത്തിൽ ഗോൾഡ് ഉണ്ട്, ഓരോ എലമെൻസും ഉണ്ട്. ശുക്ലത്തിലെ ഗോൾഡ് നിങ്ങൾ വേർതിരിച്ചെടുത്ത് സമ്പന്നനാകാൻ നോക്കുകയാണെങ്കിൽ അവിടെ ഒന്നുമില്ല എന്ന് പറയേണ്ടി വരും. അതുപോലാണ് ശരീരത്തിലും അല്ലെങ്കിൽ ഇതുപോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ ഓരോ മൂലകങ്ങളും, എല്ലാ മൂലകങ്ങളും തന്നെ നമ്മുടെ ശരീരത്തിലുണ്ട്. ഓക്കെ, അപ്പം ആ ഡോസിനെ കുറിച്ചൊക്കെയുള്ള അബദ്ധധാരണകൾ. പത്മശ്രീ കിട്ടുന്ന സംഭവമാണ്. 1 മാസം മുമ്പ് മുണ്ടക്കയത്ത് വെച്ചൊരു കുട്ടി പാമ്പ് കടിയേറ്റു. നേരെ സ്ഥലത്തെ പ്രധാന വിഷഹാരിയുടെ അടുത്ത് ചെന്നു. വിഷഹാരി നോക്കി, ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പോയി. കുറച്ച് സമയത്തിന് ശേഷം, എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറുകൾക്ക് ശേഷം, കുട്ടി അബോധാവസ്ഥയിലേക്ക് പോകുന്നു. അടുത്തുള്ള ഒരു ആശുപത്രിയിലെത്തുന്നു. കാഷ്വാലിറ്റിയിൽ എൻ്റെ സുഹൃത്തായിരിക്കുന്നു. അങ്ങനെ ഞാൻ ഈ വിവരം ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ അവർക്ക് സംശയമുണ്ട്, കാരണം കാലിൽ നീരും അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുമൊക്കെ. ഒരു പാമ്പ് കടിയാണോ എന്ന് സംശയിക്കാവുന്ന പല സാഹചര്യങ്ങളും ഹിസ്റ്ററിയിലടക്കം. വീട്ടുകാർക്ക് അത്ര ഉറപ്പായിട്ട് പാമ്പ് കടിച്ചാണെന്നൊന്നും ഉറപ്പിച്ച് പറയുന്നില്ലെങ്കിൽ പോലും സംശയമുണ്ട് അവർക്ക്. പക്ഷേ അവിടെ വെച്ച് തന്നെ ഈ കുട്ടി കൊളാപ്സായി. അവിടുന്ന് വെന്റിലേറ്ററിലാക്കി, അവിടുന്ന് കൃത്രിമശ്വാസം നൽകാനുള്ള ഉപകരണങ്ങൾ ഘടിപ്പിച്ച് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് കുട്ടി മരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇനിഷ്യലി ആ നഷ്ടമായ കുറേയേറെ മണിക്കൂറുകൾ, അത് മണിക്കൂറുകളോ ചിലപ്പോൾ ഒരു ദിവസമോ, അങ്ങനെ കൃത്യം അളവ് ഇത് ഞാൻ ഓർക്കുന്നില്ല, എന്തായാലും കുറേയേറെ സമയം വിഷഹാരിയുടെ അടുത്ത് പോയി സംഭവിച്ചു. 3 ആഴ്ചകൾക്ക് മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ വീണ്ടും ഇതേ സംഭവം ആവർത്തിച്ചു. പാമ്പ് കടിച്ചു. തേരെടുക്കാൻ പോയ കുട്ടിയാണ്. ആദിവാസി ബാലനെ പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചതിന് ശേഷം കാട്ടുമൂപ്പത്തിയുടെ അടുത്ത് കൊണ്ടുവന്നു. കാട്ടുമൂപ്പത്തി ഉഴിയുകയോ മന്ത്രിച്ചൂതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രം ജപിച്ച് ഊതി, വിഷമൊക്കെ പോയി കാണും. 4 ദിവസം കുടിയിലായിരുന്നു. അല്ലെങ്കിൽ കുടി താമസ സ്ഥലത്തായിരുന്നു. 4 ദിവസത്തിന് ശേഷം കുട്ടിയുടെ അവസ്ഥ മോശമായി വരുന്നു. കൈകാലുകളിൽ നീര്, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട്. കുട്ടി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെത്തി. അപ്പോഴാണ് പാമ്പ് കടിച്ചതാണ്, അപകടകരമായ അളവിൽ വിഷം ശരീരത്തിൽ കടന്നിട്ടുണ്ട്, ഇനി ഇതിനെതിരായ മറുമരുന്ന് കൊടുത്താൽ പ്രയോജനപ്പെടുമോ എന്ന് അറിയില്ല. വൃക്കകളുടെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായിട്ട് തടഞ്ഞിരിക്കുന്നു. ഡയാലിസിസ് കൊടുക്കാനുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ട്. 2 ദിവസം അവിടെ പെരിട്ടോണിയൽ ഡയാലിസിസ് കൊടുത്തു നോക്കി, പക്ഷെ പറ്റില്ല. സൗകര്യമില്ലാത്തതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൃക്കരോഗ വിഭാഗത്തിലേക്ക്, നെഫ്രോളജി വിഭാഗത്തിലേക്ക് അയച്ചു. ഇന്നലെയാണോ മിനിങ്ങാന്ന് കുട്ടി ഈ 3 ആഴ്ചയ്ക്ക് ശേഷം മൂത്രമൊഴിച്ചു. വൃക്കകളുടെ പ്രവർത്തനം സ്വാഭാവിക അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. ഒറ്റ കാരണമേ ഉള്ളൂ, ശരിയായ സമയത്ത് കൃത്യമായ ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ ആ കുഞ്ഞിന് ഇതനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. മരണത്തെ മുഖാമുഖം കാണേണ്ട അവസ്ഥ വരില്ലായിരുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതുകൂടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തീർക്കാം, സമയത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കേരളത്തിൽ 101 തരം, 100 അല്ലെങ്കിൽ 101 തരം പാമ്പുകൾ, സ്പീഷീസ് ഓഫ് സ്നേക്സ് ഉണ്ട്. അതിൽ മനുഷ്യമരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്പീഷീസുകൾ 10 ആണ്. 10 തരത്തിലുള്ള പാമ്പുകൾ കടിച്ചെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ 5 എണ്ണം കടൽപ്പാമ്പുകളാണ്. അതായത് കേരളത്തിലാകെയുള്ള 100 പാമ്പുകളിൽ, കരയിൽ കാണുന്ന പാമ്പുകളിൽ 5 എണ്ണത്തിന് മാത്രമേ മനുഷ്യനെ കൊല്ലാൻ സാധിക്കുന്ന തരത്തിലുള്ള വിഷമുള്ളൂ എന്നർത്ഥം. അതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ, അതിലേക്ക് ഞാൻ കിടക്കണ്ടല്ലോ. മൂർഖൻ 1, 2 ഏതാ നമ്മൾ ക്രൈറ്റ് എന്ന് പറയുമ്പം വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ, 3 റസൽസ് വൈപ്പർ അണലി അല്ലെങ്കിൽ ചേനത്തണ്ടൻ, 4 സോസ്കെയിൽഡ് വൈപ്പർ ചുരുട്ടമണ്ഡലി, 5 ഹംബ്നോസ്ഡ് പിറ്റ് വൈപ്പർ, കുട്ടികളിൽ മാത്രമേ മരണം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഹംബ്നോസ്ഡ് പിറ്റ് വൈപ്പർ, മുഴമോക്കൻ, കുഴിമണ്ഡലി, തവിട്ട എന്നൊക്കെ പറയും. പല സ്ഥലങ്ങളിൽ പല പേരുകളാണ്. ഇതിൽ ആദ്യത്തെ 4 എണ്ണത്തിനെതിരെയുള്ള മരുന്ന് മാത്രമേ ഇന്ത്യയിലുള്ളൂ, നിലവിലുള്ളൂ. നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും വിഷമുള്ള പാമ്പ് രാജവെമ്പാല അല്ലേ?
രാജവെമ്പാല കടിച്ച് ഇന്ത്യയിൽ ഇതുവരെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന മരണങ്ങൾ ഒന്ന്, അതും ഈ അടുത്ത വർഷങ്ങളിൽ. രാജവെമ്പാല കടിച്ച് കേരളത്തിൽ ഒരാൾ പോലും മരണം അടഞ്ഞിട്ടില്ല റെക്കോർഡിക്കലായിട്ട്. ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുന്നത് റസൽസ് വൈപ്പറും ക്രെയിറ്റും മൂർഖനും കടിച്ചിട്ടാണ്. ചുരുട്ടമണ്ഡലി കേരളത്തിലെ സതേൺ ഡിസ്ട്രിക്റ്റുകളിൽ ഇല്ല. പാലക്കാടിന് വടക്കോട്ട് മാത്രമേ ഉള്ളൂ. വളരെ ഡ്രൈ ആയ ഏരിയകളിൽ മാത്രമേ അതുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പക്ഷേ പാമ്പ് കടിച്ചാൽ നമ്മൾ ആദ്യം വിഷഹാരിയെ കാണിക്കും, അല്ലെങ്കിൽ മന്ത്രി ചൂതും. അവിടെ ഒരൊറ്റ ചാൻസേ ഉള്ളൂ. ഈ 100-ൽ 95 പാമ്പുകൾക്ക് മാത്രമേ മനുഷ്യമരണങ്ങൾ ഉണ്ടാകാവൂ എന്നുള്ളപ്പോൾ 95% വിജയമുണ്ടാകാൻ സാധ്യതയുണ്ട്. 5% തന്നെ ഒരു പാമ്പ് ആഹാരം കഴിച്ചിരിക്കുകയാണ്. വളരെ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഇര പിടിച്ചിരിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ ഇര പിടിക്കാനായിട്ട് ഈ വിഷം ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഈ വിഷം എന്ന് പറയുന്നത് രൂപമാറ്റം സംഭവിച്ച ഉമിനീർ ഗ്രന്ഥിയാണ്. അതൊരു തുഴയിലൂടെ ഒരു പല്ലിൻ്റെ അകത്തുള്ള തുളയിലൂടെ ശരീരത്തിലേക്ക് കുത്തിവെക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ഇര പിടിക്കാനൊക്കെ ഈ പാമ്പ് ഉപയോഗിക്കും. അപ്പോൾ അത് തീർന്നിരിക്കുന്ന അവസ്ഥയിൽ ഒരു മനുഷ്യനെ കടിച്ചു എന്ന് വിചാരിക്കുക. ഡ്രൈ ബൈറ്റ് എന്ന് പറയും. വിഷം ശരീരത്തിൽ കടക്കുന്നില്ല. ചിലപ്പോൾ ചെരുപ്പിൻ്റെ അകത്തൂടെയോ അല്ലെങ്കിൽ പാൻറ്റിൻ്റെയൊക്കെ അകത്തൂടെയോ ഒരു കടിയേക്കുന്നു. വിഷപ്പല്ല് പൂർണ്ണമായിട്ടും ഇറങ്ങുന്നില്ല. പാമ്പിൻ്റെ ശരീരത്തിൽ ഉമിനീർ ഗ്രന്ഥിയിൽ വിഷഗ്രന്ഥിയിൽ വിഷമുണ്ടെങ്കിൽ പോലും മനുഷ്യ ശരീരത്തിൽ കടക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം വിഷമുള്ള പാമ്പുകൾ കടിച്ചാൽ പോലും ഒരു മനുഷ്യജീവൻ അപകടകരമായ അളവിൽ വിഷം മനുഷ്യ ശരീരത്തിൽ എത്തണമെന്ന് നിർബന്ധമില്ല. ഈ ചാൻസ് നോക്കുമ്പോൾ 95% കേസുകളും ഒരു വിഷഹാരിയുടെ അടുത്ത് പോയിട്ട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ശാസ്ത്ര അവബോധവും രാഷ്ട്രമീമാംസ അവബോധവും വെച്ച് അവർക്ക് പത്മശ്രീ കിട്ടാനും സാധ്യതയുണ്ട്. ഒരാൾക്ക് പത്മശ്രീ കിട്ടുമ്പോൾ കൂടുതൽ ആൾക്കാർ ഈ 95% ഫേവർ കിട്ടുമോ എന്ന് ശ്രമിക്കാനും സാധ്യതയുണ്ട്. എങ്ങനെയാണ് പാമ്പിൻ്റെ വിഷത്തെ പ്രതിരോധിക്കുന്നത്? പ്രോട്ടീനാണ് പാമ്പിൻ്റെ വിഷം എന്ന് പറയുന്നത്. 2 തരത്തിൽ നമുക്ക് ബ്രോഡായിട്ട് പറയാം. ന്യൂറോടോക്സിക്, ഹീമോടോക്സിക് അല്ലെ ഹെമറ്റോക്സിക്. രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിക്കുന്നതും നാഡീവ്യൂഹ വ്യവസ്ഥയെ ബാധിക്കുന്നതും. ക്ലാസിഫിക്കേഷനിലേക്ക് ഒത്തിരി ഞാൻ കിടക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മൂർഖനും വെള്ളിക്കെട്ടനും ന്യൂറോടോക്സിക്കാണ്. വ്യൂഹ വ്യവസ്ഥയെ ബാധിക്കും. അപ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. അത് ശ്വസന പ്രക്രിയ അടക്കം ബാധിച്ച് പെട്ടെന്ന് പാരാലിസിസ് ആകുന്നു, മരണം സംഭവിക്കുന്നു. ഇങ്ങനെ ഇല്ലെങ്കിൽ ഷോക്കും വരാം. വാസോവാഗൽ ഇൻഹിബിഷൻ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പേടിച്ച് വരുന്ന മരണങ്ങളൊക്കെ അങ്ങനെയാണ്. ഭയപ്പാടോടെ അല്ലെങ്കിൽ വേദന കൊണ്ടൊക്കെ അങ്ങനെയാണ് വാസോവാഗൽ ഇൻഹിബിഷൻ. അതിപ്പം അല്ലാതെ സംഭവിക്കാം. വിഷമില്ലാത്ത പാമ്പ് കടിച്ച് പേടിയോ അല്ലെങ്കിൽ വാസോവാഗൽ ഇൻഹിബിഷൻ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. വളരെ റെയറാണ്, സംഭവിക്കാറൊന്നുമില്ല. ഇപ്പോൾ വെള്ളത്തിൽ നെഞ്ചും തല്ലി വീഴുമ്പോൾ ചിലപ്പോൾ ശക്തമായ പ്രഹരമേക്കത്തില്ലേ, അതിൽ വാസോവാഗൽ ഇൻഹിബിഷൻ വന്ന് മരിച്ചവരുണ്ട്. അതൊക്കെ റെയർ കേസുകളാണ്. നമ്മൾ ഈ പറഞ്ഞതിനകത്ത് അത് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ വൈപ്പർ ഫാമിലി, വൈപ്പറുടെ ഫാമിലി, മുകളിൽ ഞാൻ പറഞ്ഞ എലാപ്പിയുടെ ഫാമിലിയാണ്. വൈപ്പറുടെ ഫാമിലിയിൽ വൈപ്പർ അണലി വർഗ്ഗങ്ങളുണ്ട്. അതിൽ ചുരുട്ടമണ്ഡലിയും ചേനത്തണ്ടനും അല്ലെങ്കിൽ അണലിയും. ഇത് രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിക്കുന്നതാണ്. ഇതിലെ പ്രോട്ടീനുകൾ, ഇതിൻ്റെ വിഷം എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ ശരീരത്തിൽ കടരുകയും ശരീരത്തിലെ ഈ വ്യവസ്ഥകളെ ബാധിക്കുകയും മരണമുണ്ടാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ മറുമരുന്ന് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് പോളിവലൻ്റ് ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറയും. അതായത് ഈ വിഷമുള്ള പാമ്പുകളുടെ വിഷം ശേഖരിച്ച് കുതിരയിൽ കുത്തിവെക്കുന്നു. ഒരു ഉദാഹരണമാണ്. കുതിര എന്നുള്ളത് മാറാം, ആടാവാം, അങ്ങനെ മാറാം. ഇപ്പം ശ്രീചിത്രയിൽ പുതിയൊരു ഗവേഷണം നടന്നത് മുട്ടകൾ ചെയ്യാവുന്നുള്ള ഗവേഷണമൊക്കെ നടക്കുന്നുണ്ട്. ആധികാരികമായ വിവരങ്ങൾ എനിക്കറിയില്ല, എങ്കിൽ പോലും കുതിരയിൽ കുത്തിവെക്കുന്നു. അപ്പോൾ കുതിരയിൽ വിഷം ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? കുതിരയുടെ ശരീരം ഈ വിഷത്തിനെതിരായിട്ട് പ്രതിപ്രവർത്തിക്കാനുള്ള ആൻറ്റിബോഡി സൃഷ്ടിക്കുന്നു. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? മനുഷ്യൻ കുതിരയുടെ ശക്തിയൊന്നും ഇല്ലല്ലോ. മനുഷ്യന് കുതിരയെക്കാട്ടിലും ബുദ്ധിയുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യും? കുതിരയിൽ കുത്തിവെച്ചിട്ട് കുതിര ഉൽപ്പാദിപ്പിച്ച ആൻറ്റിബോഡി നമ്മളിങ്ങനെ എടുക്കും, രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കും. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന്. അത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കൊടുക്കുകയും ആ ആൻറ്റിബോഡി ഈ പറയുന്ന വെനത്തെ ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്യുന്നു. അത് ഓരോ വിഷത്തിനും അല്ലെ ശരീരത്തിൽ കയറിയ വിഷത്തിൻ്റെ അളവനുസരിച്ച് കൊടുക്കേണ്ട മരുന്നിൽ വ്യത്യാസമുണ്ടാകും. ഇതാണ് നമ്മളിപ്പോൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ചികിത്സ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് BCG വാക്സിനിലെ ഗ്യുറൈൻ ഉണ്ടല്ലോ, ഗ്യുറൈൻ അല്ലേ, BCGയിലെ അല്ലേ, ഗ്യുറൈൻ ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട്. സംശയമുണ്ട് കേട്ടോ. എന്തായാലും ആൻറ്റി സ്നേക്ക് വെനം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പല രാജ്യങ്ങളിലും പലതാണ്. ഇപ്പോൾ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ രാജവെമ്പാല കടിച്ച് മരണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ രാജവെമ്പാലയ്ക്കെതിരെ മാത്രമുള്ള വിഷമുണ്ട്, മീൻസ് മറുമരുന്നുണ്ട്. ഇന്ത്യയിൽ അതില്ല. അപ്പോൾ ഈ മറുമരുന്നിന് പകരമായിട്ട് പച്ചല അരച്ചിട്ടാൽ നടക്കുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മന്ത്രി ചൂതിയാൽ പറ്റുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ നാഗമാണിക്യം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്നും അത് വെച്ചാൽ ഈ പാമ്പിൻ്റെ വിഷത്തിനെതിരെ പ്രവർത്തിക്കുമെന്നും അങ്ങനെ മനുഷ്യജീവൻ രക്ഷപ്പെടും എന്നുമാണ് പറയുന്നത്. ഈ മാണിക്യവും ഒക്കെ ഞാൻ തള്ളിക്കളയുന്നു. അതൊക്കെ വെറും അന്ധവിശ്വാസം മാത്രമാണ്. പച്ചല, ഒറ്റമൂലിയും
എൻ്റെ ശാസ്ത്ര അവബോധത്തിൽ ഞാൻ തള്ളിക്കളയുന്നു. അവിടെ ഒരു പത്മശ്രീ ഇല്ല, അത് കൊടുക്കുന്നത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ, അതിനൊരു സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ, ഏത് മൂലകം അല്ലെങ്കിൽ ആ പച്ചില മരുന്നിൽ എന്തുണ്ടായിരുന്നോ അത് കണ്ടുപിടിച്ച് അത് ശാസ്ത്രത്തിന് ഉപയോഗയുക്തമായ രീതിയിൽ മാറ്റണമായിരുന്നു. പത്മശ്രീ കൊടുക്കുകയല്ല വേണ്ടത്. കൂടുതൽ ജനങ്ങളെ തെറ്റിദ്ധാരണയിലേക്ക് തള്ളിയിടുകയല്ല വേണ്ടത്. കപടശാസ്ത്രത്തിന് വഴിവെച്ച് കൊടുക്കുകയല്ല വേണ്ടത്. പകരം ക്വിനലോൺസ് നമ്മളെങ്ങനെ കണ്ടുപിടിച്ചത്? ക്ലോറോക്വിൻ നമ്മളെങ്ങനെ കണ്ടുപിടിച്ചത്? മലേറിയയ്ക്ക് കൊടുക്കുന്ന മരുന്നാണ് ക്ലോറോക്വിൻ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കടന്നു പോയി കഴിഞ്ഞാൽ തീരത്തില്ല. ക്ലോറോക്വിൻ നമ്മുടെ സിങ്കോണയുടെ ബാർക്കിലുണ്ട്. ബാർക്കിൽ നിന്ന് നമ്മളത് ഐസൊലേറ്റ് ചെയ്തു. പണ്ട് അറിയാമല്ലോ, ഹോമിയോയുടെ ചരിത്രമൊക്കെ ബന്ധപ്പെട്ടിട്ട് വളരെ ചർച്ച ചെയ്യപ്പെട്ടുള്ളൊരു കാര്യമാണ്. അത് വേറെ വീഡിയോസ് ഉണ്ടെന്നാണ് തോന്നുന്നത്, എസൻസിലും ഒക്കെ ആയിട്ട് വേറെ വീഡിയോസൊക്കെ ഒത്തിരി ഉള്ളത്, ഞാൻ കിടക്കുന്നില്ല. അപ്പം എന്താണോ ഈ ചെടിയിലുള്ളത്, ആ ചെടിയിൽ ഗുണകരമായ എന്തുണ്ടോ അതിനെ വേർതിരിച്ചെടുത്ത് മരുന്നായിട്ട് ആധുനിക വൈദ്യശാസ്ത്രം ഉപയോഗിക്കുന്നു. അത് ചെയ്യാമായിരുന്നല്ലോ. എന്തിനാണ് കുട്ടികളെയും ശാസ്ത്രാവബോധമില്ലാത്തവരെയും തെറ്റിദ്ധരിപ്പിക്കുന്നത്? സർക്കാർ അംഗീകൃത മേഖലയിൽ ഒരു സിലബസിൽ വന്ന മാറ്റമാണ്. ചില പത്രവാർത്തകളും ചില ചാനൽ ചർച്ചകളും ഉണ്ടായിരുന്നു. ഉത്തമ സന്താനങ്ങൾ ഉണ്ടാകാൻ എന്നാണ് അതിൻ്റെ ഒരു രീതി. ആൺകുട്ടികൾ ഉണ്ടാവാൻ എന്ന് വേറൊരു രീതി. സ്ത്രീവിരുദ്ധതയും മനുഷ്യത്വ വിരുദ്ധതയും ഒക്കെയുള്ള ഒരു ഭാഗം. ഞാൻ ഒരു വിഭാഗത്തെയും മോശമാക്കി കാണിക്കാൻ പറയുന്നതല്ല. പക്ഷേ തെറ്റുകളുണ്ടാകുമ്പോൾ തിരുത്തപ്പെടണം. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, അരിസ്റ്റോട്ടിൽ അല്ലെങ്കിൽ ഹിപ്പോക്രാറ്റസ് പറഞ്ഞു, ഇന്ന എക്സ് എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞു. അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഹിപ്പോക്രാറ്റസ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് ഒരിക്കലും മാറ്റില്ല എന്ന് വാശി പിടിച്ചാൽ അവിടെ സയൻസ് ഇല്ല. സയൻസ് എന്ന് പറയുന്നത് പഠനങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 5G ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആംഗ്യം കാണിച്ചേനെ ജപ 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 ജപ. അപ്പോൾ ആരോ ഒരാൾ എന്നോ പറഞ്ഞു, അന്ന് ചിലപ്പോൾ അത് സയൻസ് ആയിരിക്കാം. മറ്റ് സൗകര്യങ്ങളില്ലാത്ത സമയത്ത് ഇലകളിൽ നിന്നോ ഇലച്ചെടികളിൽ നിന്നോ ഒരു അസുഖത്തിന് മരുന്നുണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് ചിലപ്പോൾ അത് സയൻസ് ആയിരിക്കാം. പക്ഷേ ഇന്ന് സയൻസ് വളർച്ച പ്രാപിച്ച് ഇവിടെ എത്തി നിൽക്കുകയാണ്. അതായത് ക്യാൻസറുകളൊക്കെ കൂടി വരുന്നു എന്നുള്ള, അത് നമുക്ക് പിന്നിലേക്ക് കിടക്കാം. ക്യാൻസറുകൾക്ക് അടക്കമുള്ള മരുന്നുകൾ, ഒരു വിധത്തിൽപ്പെട്ട അസുഖങ്ങൾക്കൊക്കെയുള്ള മരുന്നുകൾ കണ്ടുപിടിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നൊരു കാലഘട്ടത്തിൽ പണ്ട് എക്സ് എന്ന് പറഞ്ഞൊരാൾ പറഞ്ഞു, ചരകൻ പറഞ്ഞു, സുശ്രുതൻ പറഞ്ഞു, ഇനി മാറ്റാൻ പറ്റില്ല. അവിടെ പറഞ്ഞു വെച്ചതാണ്. അത് സ്വിസ് ബാങ്കിൽ ഇട്ട പോലാണ്. അത് നമ്മളിനി അത് മാറ്റില്ല. സയൻസ് അല്ല. അപ്പോൾ ഇതൊക്കെ ഈ ഉത്തമ സന്താനങ്ങൾ ഉണ്ടാകാനായിട്ട് ആൺകുട്ടികൾ ഉണ്ടാകാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറയുന്നു. രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ സഞ്ചരിക്കുന്ന ചിലർ, പ്രവീൺ തൊഗാഡിയെ തന്നെയാണ് ഉദ്ദേശിച്ചത്, ഇപ്പോൾ അദ്ദേഹം മാറിയിട്ടുണ്ട്. ഉത്തമ സന്താനങ്ങൾ ഉണ്ടാകാനായിട്ട് പൊടി, അദ്ദേഹം ഒരു ഡോക്ടറാണ്, മെഡിക്കൽ ഡോക്ടറാണ് കേട്ടോ, പ്രവീൺ തൊഗാഡിയ. ഞെട്ടരുത്, ചെറിയ കക്ഷിയൊന്നുമല്ല. പൊടി വിൽക്കുന്നു, 500 രൂപയ്ക്ക് പൊടി വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തമ സന്താനങ്ങൾ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ കറക്റ്റ് 4 മണിക്ക് ഏറ്റ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. 4:30 ആയാലോ 3:45 ആയാലോ നടക്കില്ല. ഇതുപോലുള്ള കോമഡികളൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇത് സയൻസ് ഞാൻ പറയണ്ടല്ലോ ഇല്ലേ, ആൺകുട്ടികൾ ഉണ്ടാകുന്നു പെൺകുട്ടികൾ ഉണ്ടാകുന്നു ഒക്കെ നിങ്ങൾക്കറിയാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞ് തെറ്റിയാൽ എനിക്ക് നാണക്കേടാകാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അറിയാമല്ലോ നിങ്ങൾക്ക്. ഇപ്പം വെളുത്ത കുട്ടികളുണ്ടാവാൻ എന്ത് വേണം? ജീനുകളാണ്. ജീവിത സാഹചര്യങ്ങൾക്ക് ചെറിയ സ്വാധീനമുണ്ട് എന്ന് ഉള്ളത് ശരിയാണ്. ജീവിത സാഹചര്യങ്ങൾക്ക് തീർച്ചയായും സ്വാധീനമുണ്ട്. പക്ഷേ നമ്മൾ കുങ്കുമപ്പൂ കഴിച്ചാലൊന്നും കുട്ടി വിളക്കില്ല, വെളുക്കും, കുടുംബം വെളുക്കും, വേറൊന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ, ഇതൊക്കെ സർക്കാർ അംഗീകൃത മേഖലയിൽ തന്നെ സിലബസിലൊക്കെ വരുമ്പോഴുള്ള പ്രശ്നമാണ്. ഹിജാമ, ഇതെല്ലാം പൗരാണികതയായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് കേട്ടോ. മുമ്പ് സുശ്രുതൻ അങ്ങനെ പറഞ്ഞു, അത് മരുന്നാണ്, അതേ പാടുള്ളൂ എന്ന് പറയുന്നെങ്കിൽ ഇത് പ്രവാചകൻ പറഞ്ഞു, പ്രവാചക വൈദ്യം ഹിജാമ, കപ്പിംഗ്. എന്താ തെളിവ്? തെളിവുണ്ടല്ലോ. മൈക്കിൾ ഫെലിപ്സ് ഒളിമ്പിക്സിന് നീന്തിയപ്പോൾ ചെയ്തു, തെളിവല്ലേ? എന്ത്? ഇതാണ് ചോദ്യം. അനുഭവ സാക്ഷ്യങ്ങളാണ് മറുപടി. അപ്പോൾ ഇവരുടെ ക്ലെയിം ഇതാണ്, ഏത് അസുഖവും, ഹാർട്ട് അറ്റാക്കും ഒടിവും ചതവും അല്ലാത്ത ഏത് അസുഖവും മാറ്റും. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, മരണം ഉടനെ സംഭവിക്കുന്ന അസുഖങ്ങൾ മാറ്റാനുള്ള ശേഷിയില്ല. കാരണം ഞങ്ങൾ ഇത് എല്ലാം തികഞ്ഞവരാണെന്നൊന്നും പറയുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാലും ഞങ്ങൾ ആശുപത്രി തന്നെ വരും. പക്ഷേ ബാക്കിയെല്ലാം ഞങ്ങൾ മാറ്റും. സോറിയാസിസ് മാറ്റും, ഞങ്ങൾ കാൽമുട്ട് വേദന മാറ്റും. പക്ഷേ കാൽ ഒടിഞ്ഞാൽ മാറ്റത്തില്ല, കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറ്റും. എങ്ങനെ മാറ്റും? അശുദ്ധ രക്തം ഞങ്ങൾ ഒഴുക്കിക്കളയും. എങ്ങനെ? ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. അവിടെ ഒരു കുത്തിയിട്ട് അശുദ്ധ രക്തം ഞങ്ങളിങ്ങനെ വലിച്ചെടുക്കും. അത് അശുദ്ധ രക്തമാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതല്ലേ തെളിവ്. മൈക്കിൾ ഫെലിപ്സ് നീന്തിയില്ലേ, ഫസ്റ്റ് കിട്ടിയില്ലേ, അതാണ് തെളിവ്. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാൽ, ഒരു സാമാന്യ ബുദ്ധിയിൽ നോക്കിയാൽ, അശുദ്ധ രക്തം എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം അശുദ്ധമാകുന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ പണ്ട് ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ അശുദ്ധ രക്തം എന്നൊക്കെ ഒന്ന് വിശേഷിപ്പിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരു
അശുദ്ധമല്ല എങ്കിൽ പോലും ഓക്സിജനേറ്റഡ് ബ്ലഡും ഡിയോക്സിജനേറ്റഡ് ബ്ലഡും ഓക്സിജൻ ഉള്ളതും ഇല്ലാത്തതും തമ്മിലൊരു വാക്കായിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പക്ഷേ ഇവരിങ്ങനെ കുത്തുമ്പോൾ വെയിനിൽ തന്നെ കുത്തുന്നു, എന്തുറപ്പാണുള്ളത്? ഒരു സൂചി കുത്തുവാണ്, അത് വെയിനിലാണോ അത് പുറത്ത്? ഇത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പുറം ഭാഗമാണ്. പുറം ഭാഗത്ത് കുത്തുന്ന ഒരു കുത്ത് വെയിനിലാണെന്ന് എന്തുറപ്പാണുള്ളത്? പോട്ടെ, ഇനിയിപ്പം ഞാൻ ഫോറൻസിക് മെഡിസിൻ മേഖലയിൽ ജോലി ചെയ്യുന്നൊരു ഡോക്ടറാണ്, ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടറാണ്. ഫ്യൂരിഡൻ കാർബാമേറ്റ്, ഒതളങ്ങ, സെർബ്രൗഡോളം, അല്ലെങ്കിൽ നമ്മുടെ ഈ NH-ൻ്റെ നടുക്ക് നിൽക്കുന്ന ഒഡോളം, നീരിയം ഒഡോളം, എന്താ അതിൻ്റെ മലയാളത്തിൽ, അരളി, അതും അല്ലെങ്കിൽ കുന്നിക്കുരു, നമ്മൾ കുട്ടികൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന കുന്നിക്കുരു, കാഞ്ഞിരം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിഷമാണ്. ഇത് കഴിച്ചിട്ടുള്ള ആൾക്കാരെ കപ്പിങ് നടത്തട്ടെ, അപ്പം നമുക്കറിയാമല്ലോ ഈ ശരീരത്തിലുള്ള ഈ വിഷവസ്തുക്കൾ വലിച്ചെടുക്കാനായിട്ടുള്ള ശേഷിയുണ്ടോയെന്ന്. അത് പറ്റില്ല. അത് നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച് മാറിയതിന് ശേഷം ചിലപ്പോൾ അപ്പം നിങ്ങൾക്ക് ചില ക്ഷീണമൊക്കെ വരും, അത് മാറ്റാൻ ഇങ്ങോട്ട് പോരെ ഞങ്ങൾ കപ്പിങ് ചെയ്യാം. ഇതാണ് ഒരു അവസ്ഥ. അപ്പോൾ ഇതെല്ലാം ഈ പൗരാണികതയായിട്ടുമൊക്കെ പല ബന്ധങ്ങളുണ്ട് കേട്ടോ. കാരണം പ്രവാചക വൈദ്യം എന്നൊക്കെയാണ് പലരും അതിനെ ഡിഫെൻഡ് ചെയ്തത്. ഇത് ഏറ്റവും പുതിയ ട്രെൻഡാണ്, 2015-16 തുടങ്ങിയ ട്രെൻഡാണ്. അപ്പം എന്താ സംഭവം? ക്യാൻസർ ഭയങ്കരമായിട്ട് കൂടുന്നു. ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്ന അസുഖങ്ങളിലൊന്ന് ക്യാൻസറാണ്. ശരിയാണ്. അപ്പോൾ നിങ്ങൾ ക്യാൻസറിനെ ചികിത്സിക്കാനുള്ള ശേഷി ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇല്ല. അവിടെ തൊട്ട് തെറ്റി തുടങ്ങുവാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുന്ന സ്വാഭാവിക അസുഖം ഹാർട്ട് സംബന്ധമായി, ഹൃദയ സംബന്ധമായിട്ട് തന്നെയാണ്. പണ്ടൊക്കെ അത് പിന്നെ സ്ട്രോക്കും തലച്ചോറ് സംബന്ധമായിട്ടൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പോൾ അത് ക്യാൻസറിലേക്ക് വരുന്നുണ്ട്. എന്താ സംഭവം? 1947 സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഇന്ത്യയിലെ മനുഷ്യരുടെ ശരാശരി ആയുസ് എത്രയാണ്? 40, 34, 40-ൽ താഴെ. ഇന്ന് കേരളത്തിൽ 74 അല്ലേ? പോട്ടെ, ഒരു 70 വെക്കാം, റഫായിട്ട് വെക്കാം. ഒരു 30 വയസ്സിൽ താഴെയൊക്കെ ക്യാൻസർ ഭയങ്കര കുറവാണ്. കുട്ടികളിലുണ്ടാകുന്ന ചില ക്യാൻസർ ഒഴിച്ചാൽ ബാക്കി വളരെ കുറവാണ്. പ്രായം കൂടും തോറും, ഇപ്പം ഞാൻ പ്രമേഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, മറ്റ് പല അസുഖങ്ങളും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഷുഗർ കൂടിയാൽ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അതിൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ പെടും. അതുപോലെ പ്രായം കൂടുമ്പോഴുണ്ടാകുന്ന അസുഖങ്ങളിൽ ഒന്ന് ശരീരത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളിൽ അമിതമായ കോശവളർച്ച, അതാണ് ക്യാൻസർ. അതിപ്പം സ്തനങ്ങളിലാണ് വരുന്നെങ്കിൽ സ്തനാർബുദം, ശ്വാസകോശത്തിലാണെങ്കിൽ ശ്വാസകോശാർബുദം. മറ്റേ സിനിമയുടെ പരസ്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ആ പറയുന്നത് പോലെ എവിടെയാണോ കോശങ്ങളുടെ അമിതമായ വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊന്നും പണ്ട് ഇത്ര ഇല്ലായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ശരിയാണ്, പണ്ട് ഇത്രയും കാലം ജീവിക്കുന്നില്ലെന്നേ ആൾക്കാർ. പണ്ട് പട്ടിണി കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും ആൾക്കാർ മരിക്കുമായിരുന്നു. ന്യൂമോണിയ ബാധിച്ച ആൾക്കാർ മരിക്കുമായിരുന്നു. ഇന്ന് ന്യൂമോണിയ ബാധിച്ച് എത്ര പേര് മരിക്കുന്നുണ്ട്? ഇന്ന് സ്വാഭാവിക അസുഖങ്ങൾ മൂലമുള്ള മരണങ്ങൾ കുറഞ്ഞു വരുന്നു. പക്ഷേ പ്രായാധിക്യമുള്ളവർക്ക് ജീവിതകാലം മുഴുവൻ ജീവിച്ചിരിക്കാൻ പറ്റില്ല. ഞാനും മരിക്കും. പക്ഷേ പലവിധ ക്യാൻസറുകളും തടയാൻ സാധിക്കുന്ന ശേഷിയിൽ ശാസ്ത്രം വികസിച്ചു. അഞ്ജലിന ജോലിയുടെ സംഭവം അറിയില്ലേ? അല്ല, ഞാനിനി സമയം കളയുന്നില്ല. പോട്ടെ, ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൽ ക്യാൻസർ കണ്ടുപിടിച്ചാൽ ജീവിക്കാനുള്ള സാധ്യത 100% ഇപ്പോൾ. കാരണം വളരെ കൃത്യമായിട്ട് ഏത് ഭാഗത്താണോ ഏത് കോശങ്ങളിലാണോ ക്യാൻസർ ഉണ്ടാകുന്നത് ആ കോശങ്ങളെ തിരഞ്ഞു പിടിച്ച് ആ ഭാഗത്തെ മാത്രമായിട്ട് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റാനോ അല്ലെങ്കിൽ ചില മരുന്നുകൾ കൊണ്ട് ആ ഭാഗം നിർജ്ജീവമാക്കാനോ സാധിക്കുന്ന രീതിയിൽ സയൻസ് വളർന്നു കഴിഞ്ഞു. അപ്പോഴാണ് RCCയിൽ ചെന്നിട്ടൊരു കക്ഷി പറയുന്നത് RCCക്ക് അറിവ് പോരാ, RCCയിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് RCC പരിഹരിച്ചോളും, അല്ലെ സയൻസിന് ഇനി ഒത്തിരി കണ്ടുപിടിക്കാനുണ്ട്, അത് സയൻസ് പരിഹരിച്ചോളും, സയൻസ് കണ്ടുപിടിച്ചോളും. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് പൗരാണികതയിൽ ഇഷ്ടികപ്പൊടി കഴിക്കാനും കദളിപ്പഴം കഴിക്കാനും ഒന്നും പോകുന്നതല്ല സയൻസ്. അപ്പോൾ ഇത് ഏറ്റവും പുതിയ ട്രെൻഡാണ്. ഷിമോഗയിൽ ചെന്നാൽ ഒരു വീടുണ്ട്, ആ വീട്ടിൽ കുറച്ച് വൈദ്യന്മാരുണ്ട്. അവരൊരു പൊടി തരും, അത് കലക്കി കുടിച്ചാൽ ഏത് അസുഖവും മാറും. സ്തനാർബുദം മാറും, ശ്വാസകോശാർബുദം മാറും, ഏത് ക്യാൻസറും, തലച്ചോറിലുള്ള ക്യാൻസറും ഏത് ക്യാൻസറും മാറും. അതായത് ഇത് ക്യാൻസറാണോ അല്ലയോ എന്ന് പോലും പരിശോധിക്കാനോ തിരിച്ചറിയാനോ സാധിക്കത്തില്ലാത്തൊരു വ്യക്തി കലക്കിക്കിടുന്ന മരുന്ന് കുടിക്കുന്നു. പണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം സർവൈവ് ചെയ്യുന്ന ആൾക്കാരെവിടെ? ഒരു പതിക്ക് 400 രൂപയുള്ളൂ, വളരെ ചീപ്പാണ്. ഒരു ജീവൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പറങ്ങോടൻ പറഞ്ഞ പരസ്യത്തിൽ എന്താ 10 രൂപയ്ക്ക് ഒരു രുദ്രാക്ഷമാണ് കൊടുക്കുന്നത്. 100 പേര് പരീക്ഷ എഴുതിയാൽ, പറങ്ങോടൻ തന്നെ പറയുന്നുണ്ട്, 100 പേര് പരീക്ഷ എഴുതിയാൽ 95% പേരും വിജയിക്കില്ലേ? അല്ലെങ്കിൽ നമ്മുടെ ത്രയംബക രുദ്രാക്ഷം വാങ്ങുന്ന 20 പേരെങ്കിലും വിജയിക്കില്ലേ? അവർ നമ്മളെ പ്രൊമോട്ട് ചെയ്യും. ഒരു പ്രേമാഭ്യർത്ഥന നടത്തിയാൽ അതിനകത്തൊരു 10% വിജയിക്കില്ലേ? അവർ നമ്മളെ പ്രൊമോട്ട് ചെയ്യും. ബാക്കി 95 പൊളിഞ്ഞതൊരു പ്രശ്നമല്ല. ഇവിടെയും
ഏത് അസംബന്ധങ്ങളുടെ പ്രചരണത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വൈറൽ ഫീവർ ആണെങ്കിൽ മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അസുഖം മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ. അപ്പോൾ ഷിമോഗയിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യന് രോഗിയെ കാണണ്ട, ചെല്ലുന്നയാൾ പറഞ്ഞാൽ മതി. അത് ഏത് ക്യാൻസർ എന്നൊന്നും പറയണമെന്നില്ല, ഏത് ക്യാൻസർ എന്ന് പറഞ്ഞാലും തരുന്ന ഒരേ പൊടിയാണ്. ഇങ്ങനെയൊക്കെ ഒരു കണ്ടുപിടുത്തം ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നോബൽ പ്രൈസാണ് വേണ്ടത്. അതിൽ കുറഞ്ഞൊന്നിന് നിലനിൽപ്പില്ല ഇവിടെ, അല്ലേ? നമ്മളിവിടെ ഇതുവരെ ഭാരതത്തിൽ, ഇന്ത്യയിൽ വൈദ്യശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഇത്രയും കണ്ടുപിടുത്തമാണ്, ഇത്രയും വലിയൊരു കണ്ടുപിടുത്തമാണ്, നോബൽ പ്രൈസ് കൊടുക്കണം. പത്മശ്രീ ഒന്നും പോരാ, അതൊക്കെ ചെറുതാണ്, ലോകത്തിന് തന്നെ ഉപകാരമാകേണ്ടതല്ലേ. അപ്പോൾ ഇതൊക്കെ ശുദ്ധമായ അസംബന്ധങ്ങളാണ്, വെറും ബിസിനസ്സാണ് ഇതിൽ നടക്കുന്നത്. ഒരു ദിവസം 500-600 പേര് അവിടെ വരുന്നു എന്നാണ്, ഒരാളുടെ ഇന്ന് 400, ഒരു വർഷം 50,000-60,000 പേര്. എത്ര കോടിയാണ് ഒരു വർഷത്തെ വരുമാനം? അപ്പോൾ ഇങ്ങനെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ട്? പല പഠനങ്ങളും പലയിടത്തും നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ നേരത്തെ നുണ പറയുന്നതിനെക്കുറിച്ച് രതീഷ് കൃഷ്ണൻ പറഞ്ഞതുപോലുള്ള കുറച്ച് ലേഖനങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സാധാരണ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യതയുള്ള ചില സിമ്പലുകളിലൂടെ മുമ്പോട്ട് പോകുന്നു. ഇത് ഞാൻ പറയണ്ടല്ലോ, എനിക്ക് ഷെയർ, എനിക്ക് ലൈക്ക്, ഞാൻ പ്രശസ്തനാണ്. ഞാൻ എന്ത് മണ്ടത്തരം പറയുന്നു എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം, ഞാൻ പ്രശസ്തനാവണം എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം എന്ന് വേറൊരാൾ പറയുമ്പോൾ പ്രശസ്തി. പിന്നെ സ്തോഭജനകമായ സംഭവങ്ങളുടെ അവതരണം. ഡോക്ടർ രതീഷ് മേനോൻ പറയുന്നു, പറഞ്ഞയാൾ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ മെസ്സേജ് കേരളം മുഴുവനായി, അത് കേൾക്കാത്തൊരു മനുഷ്യനില്ല. സന്തോഷം തോന്നുന്നില്ലേ? നിങ്ങൾ പറഞ്ഞാൽ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു സന്തോഷമൊക്കെ തോന്നുന്നില്ലേ? ജനങ്ങൾക്ക് ഉപകാരമാകുമെന്നുള്ളത് സെക്കൻഡറി, ഉപദ്രവമാകുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ലൈക്ക്, ഷെയർ, ആത്മസംതൃപ്തി, ഞെട്ടിക്കലുകൾ, സ്തോഭജനകമായ തലക്കെട്ടുകൾ, അതിൻ്റെ ഷെയർ, അങ്ങനെ. ഷിമോഗയിലൊക്കെ ഇത് തന്നെയാണ്. മോഹനവൈദ്യങ്ങളിൽ ഇതാ സംഭവിക്കുന്നത്. മോഹനവൈദ്യങ്ങളുടെ മോഹനാക്രമണങ്ങളിൽ പാരസെറ്റമോളും RCCയും പെടുമ്പോൾ ജനങ്ങൾക്ക് നഷ്ടം. ഇതാണ് മോഹനാക്രമണം. എനിക്കിപ്പോൾ കിട്ടിയ വാക്കാട്ടോ, യോജിക്കുമെന്ന് തോന്നുന്നു. അബദ്ധധാരണകളിലൂടെ ഇരകളാക്കപ്പെടുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗത്തിന് നേരിടുന്ന ആക്രമണത്തെ നമുക്ക് മോഹനാക്രമണം എന്ന് വിളിക്കാം. കുഴപ്പമില്ലല്ലോ, നമുക്ക് കൈയടിച്ച് പാസ്സാക്കാം. ഓക്കെ, അല്ലേ? തമാശയ്ക്ക് പറഞ്ഞാൽ. അപ്പോൾ ധനത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ ധനം എന്ന് പറയുന്നത് പണം മാത്രമാവണം നിർബന്ധമൊന്നുമില്ല. ഷെയർ, പ്രശസ്തി, അങ്ങനെ എന്തും നമുക്ക് അങ്ങനെ എടുക്കാം. പൗരാണികതയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിലുള്ള മുതലെടുപ്പുകൾ. സയൻസ് വികസിക്കാതെ പൗരാണികതയിൽ എപ്പോൾ കഴിച്ചു തൂങ്ങുന്നോ അവിടെ വിജയിക്കുന്നത് മാനവികതയല്ല, അശാസ്ത്രീയതയാണ്, സയൻസ് അല്ല. അവിടെ ഉണ്ടാകുന്ന നഷ്ടം ജനങ്ങൾക്കാണ്. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ഇവർ ഈ സന്ദേശങ്ങൾ അയക്കുന്നത് സയൻസിൻ്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ തന്നെയാണ്. വാട്സാപ്പ്, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ, അത് മറക്കരുത്. പക്ഷേ വൈദ്യശാസ്ത്രത്തിൽ മാത്രം പൗരാണികത. ഇവർ താമസിക്കുന്ന AC റൂമിലാണ്. നമ്മളിപ്പോൾ ഇവിടെ ഫാനിൻ്റെ കീഴിലാണ് ഇരിക്കുന്നത്. ചില മീറ്റിങ്ങുകൾ AC റൂമിലായിരിക്കും. പക്ഷേ അവർ ഇവിടെ എങ്ങനെ ഇരുന്നാലും അവർ പറയുന്ന പൗരാണികത. അവർ താമസിക്കുന്നത് വീട്ടിലാണ്. അവരുപയോഗിക്കുന്നത് യൂറോപ്യൻ ക്ലോസറ്റോ അല്ലെങ്കിൽ പുതിയ ക്ലോസറ്റോ ആയിരിക്കും. അവർ പുറത്തല്ല പോകുന്നത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഈ പൗരാണികതയിലേക്ക് ഊന്നുമ്പോഴുള്ള പ്രശ്നം സയൻസിൻ്റെ ഒരു സംഭവം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഉള്ളതാണ് വളരെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്, ഈ ലോകം മുഴുവൻ നിങ്ങളുടെ ശത്രുക്കളാണ്. മരുന്ന് കമ്പനികൾ നിങ്ങളുടെ ശരീരത്തിൽ വിഷം കുത്തിവെക്കുന്നു. വാക്സിനുള്ളിൽ മെർക്കുറി കുത്തിവെച്ച് ലോക ജനസംഖ്യ കുറയ്ക്കാൻ തീരുമാനമെടുത്തു. ആര്? ബിൽഗേറ്റ്സ്. ബിൽഗേറ്റ്സിൻ്റെ ബിസിനസ് തന്നെ. പുള്ളിക്ക് ലാഭം കിട്ടണേ എന്ത് വേണം? പക്ഷെ ഞങ്ങൾ സമ്മതിക്കത്തില്ല. BJP ഭരിക്കുന്ന ഇന്ത്യ സർക്കാർ മുസ്ലിം ജനസംഖ്യാ വർധനവ് തടയാൻ വേണ്ടിയാണ് വാക്സിനേഷൻ പദ്ധതി നടക്കുന്നത്. ഇങ്ങനെ അങ്ങ് പോകുവാണ്. വാക്സിനിലെ മെർക്കുറി എന്താണെന്നോ മെർക്കുറി ഉണ്ടോന്നോ ഇല്ലയോന്നോ ഒന്നും ഇവർക്കറിയണ്ട. ഇവരങ്ങ് പടച്ചു വിടുവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പടച്ചു വിടുമ്പോഴുള്ള ഒരു ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ, ഇത് ഏറെ ചെയ്യുന്ന ആൾക്കാർ പറയുന്ന രതീഷ് കൃഷ്ണൻ പറഞ്ഞതുപോലുള്ള പ്രസൻറ്റേഷനിലുള്ള സംഭവങ്ങളാണ്. അവർ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളിലൂടെ ഗൂഢാലോചന സിദ്ധാന്തം വിളമ്പുന്നതാണ്. കേരളത്തിൽ ആദ്യമായിട്ടല്ല, ഇതൊന്നും കേരളത്തിലല്ല കേട്ടോ. ആദ്യം ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് പല പ്രസൻറ്റേഷനൊക്കെ ഒത്തിരി വന്നിട്ടുള്ളത്. ആദ്യമായിട്ടുള്ള ഇത് വരുന്ന ഒരു മെഡിക്കൽ ജേർണലിൽ തന്നെയാണ് ഈ വാക്സിനേഷനെതിരായിട്ടുള്ള വാർത്ത വരുന്നത്. ലാൻസെറ്റിൽ മീസിൽസ്, റുബല്ല, MMR വാക്സിനെതിരായിട്ട് ഉള്ളൊരു വാർത്ത വരുന്നത് ലാൻസെറ്റിലെ ലേഖനത്തിൽ വരുന്നു. എന്ന് MMR വാക്സിൻ കുത്തിവെച്ചാൽ ഓട്ടിസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന്.
ഞാൻ മൊത്തത്തിൽ അങ്ങ് കൃത്യം ഓർക്കുന്നില്ല, എന്നാലും ആ വാർത്ത തെറ്റായിരുന്നു. ഒരു ബ്രിട്ടീഷ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ് അത് പബ്ലിഷ് ചെയ്തത്. അത് പബ്ലിഷ് ചെയ്ത് അദ്ദേഹം മീസിൽസിൻ്റെ റുബെല്ലയുടെയും മംസിൻ്റെയും വാക്സിൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാനുള്ള ലൈസൻസും ഇതെല്ലാം പുള്ളി തയ്യാറാക്കിയതിന് ശേഷം MMR തകർത്താലേ പുള്ളിക്ക് അത് സാധിക്കുള്ളൂ എന്ന് സംഭവിച്ച ഒരു സാഹചര്യത്തിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അത് ബ്രിട്ടീഷ് മെഡിക്കൽ കൗൺസിൽ കണ്ടുപിടിച്ചു. അതിനുശേഷം അയാളെ ഡീബാർ ചെയ്ത് പുറത്താക്കി. പുള്ളിയുടെ ലേഖനം പരമ്പരയൊക്കെ എടുത്ത് ഇവിടത്താടെ നിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞ് ചവറ്റുകൊട്ടയിലിട്ടു. പുള്ളിയെ പറഞ്ഞു വിട്ടു. അമേരിക്കയിൽ ഇപ്പോഴും വാക്സിൻ വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് പുള്ളി മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഒരു മെഡിക്കൽ ആധികാരികമായ വിവരങ്ങൾ നൽകേണ്ട മെഡിക്കൽ ജേണലുകളെ പോലും തെറ്റിദ്ധരിപ്പിക്കാവുന്ന അവസ്ഥയിലേക്ക് കോൺസ്പിരസി തിയറീസ്, ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ വളർന്നുപോയി. അപ്പോൾ സാറിനൊന്നും പറ്റില്ല. പക്ഷേ സയൻസ് തെറ്റുകൾ തിരുത്തുന്നതും പഠനങ്ങളിലൂടെ വളരുന്നതുമായതുകൊണ്ട് ഈ തെറ്റുകൾ കണ്ടുപിടിച്ച ശേഷം സ്ഥാവര ജംഗമ വസ്തുക്കൾ മേടിച്ച് വെച്ച് ഇവിടെ താടെ എന്നും പറഞ്ഞ് പുള്ളിയെ പറഞ്ഞു വിട്ടു. അത് തെറ്റാണ്. ആ ലേഖനത്തിൽ ജാൻസൻ്റെ ആ പേജിൽ ഇപ്പോഴും ഒരു റെഡ് ഇൻഡു മാർക്ക് ഉണ്ടാവും. ആ ലേഖനം പിൻവലിച്ചു. അപ്പോൾ ഇത് കേരളത്തിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇവിടെ വേറൊരു കാര്യമാണ് നമ്മൾ പറയേണ്ടതുണ്ട്. അതായത് ഇത് അവയവദാനത്തിനെതിരെ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതായത് ഏതാണ്ട് ആ സന്ദേശം ഇങ്ങനെയാണ്: റോഡിൽ കൂടെ നടന്നു പോകുന്ന എന്നെ, ഞാൻ മരിച്ചു കിടക്കുകയാണ് കേട്ടോ, ഞാൻ ഇവിടെ ചെന്ന് യമലോകത്തെത്തി. അപ്പോൾ യമലോകത്തെത്തിയപ്പോൾ എൻ്റെ ഓർമ്മകളാണ്. ആ സന്ദേശം അങ്ങനെയാണ് വരുന്നത്. ഈ ഞാനെന്ന് പറയുന്നത് X. അപ്പോൾ ഞാൻ നടന്നു പോവുകയായിരുന്നു, ഏതോ ഒരു വാഹനം എന്നെ പിന്നിൽ നിന്നിടിച്ചു. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആ ആശുപത്രിയിൽ എൻ്റെ അവയവങ്ങൾ ഓരോന്നായി എടുത്തു മാറ്റി, അതിപ്പോൾ വേറെ ഓരോരുത്തർക്ക് ജീവൻ നൽകി. ഇങ്ങനെ അത് പോകുന്നത് പൂർണ്ണമായിട്ടും അബദ്ധം. അതിൽ മണ്ടത്തരമല്ലാത്ത ഒന്നുമില്ല. ഒരു സെൻറ്റൻസ് പോലും മണ്ടത്തരമില്ല. ഈ നമ്മൾ ഈ കോഴിയൊക്കെ മേടിച്ച് കഴുത്തറുത്ത് കൊന്ന് കഴിക്കുന്ന പോലുള്ളൊരു ലാഘവത്തോടെ അത് എഴുതിയത്. അങ്ങനൊന്നും അല്ല സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വെള്ളം കുടിച്ചാൽ ഹാർട്ട് അറ്റാക്ക് മാറും എന്ന് പറയുന്നത് ഒരു വ്യക്തി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോമൺ സെൻസിൽ ചിലപ്പോൾ അത് അങ്ങനെ തോന്നാം. ബ്ലോക്കുകൾ മാറ്റാൻ അങ്ങനെ വരാമെന്ന് പറയുന്നത് പോലെ മനുഷ്യ ശരീരം അങ്ങനെയല്ല പക്ഷേ പ്രവർത്തിക്കുന്നത്. അതുപോലെ കേരളത്തിലെ അവയവദാന സെറ്റപ്പ്, അതിൻ്റെ ഒരു മരണാനന്തര അവയവദാനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അങ്ങനല്ല പ്രവർത്തിക്കുന്നത്. ഇപ്പം ഞാൻ വഴിയിൽ ഇടിച്ചിട്ട് പോയി ഒരു ആശുപത്രിയിൽ എത്തിച്ചാൽ എൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യണം എന്ന് പോലും നിർബന്ധമില്ല, പറ്റണമെന്ന് പോലും നിർബന്ധമില്ല. അത് പറ്റിയാൽ പോലും അത് എന്നെ ഇടിച്ച ആൾക്ക് കിട്ടാൻ ഒരു സാധ്യതയുമില്ല. അതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോളുണ്ട്. ഇത് സ്ഥിരീകരിക്കാൻ പ്രോട്ടോക്കോളുണ്ട്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പം ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. പക്ഷേ അവയവദാനമൊക്കെ കുറയുന്നുണ്ട്. ഇതിനോട് കൂട്ടി വായിക്കേണ്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത് കച്ചവടത്തിൻ്റെ പ്രശ്നങ്ങളാണ്. കച്ചവടപരതയുടെ പ്രശ്നങ്ങൾ അതുണ്ട്. കേന്ദ്ര സർക്കാർ വാക്സിൻ നിർമ്മിക്കുന്നൊരു കാലമുണ്ടായിരുന്നു 2013 മുൻപ്. അതൊക്കെ അടച്ചുപൂട്ടി. 13 9 2009 നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ വാക്സിൻ കയറ്റി അയക്കുന്നുണ്ടായിരുന്നു. അന്ന് സൗജന്യമായിട്ട് വാക്സിൻ ലഭിക്കുമായിരുന്നു, ഏറ്റവും ചിലവ് കുറഞ്ഞ്. ഇപ്പോൾ അങ്ങനെയല്ല. കച്ചവടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. വാക്സിൻ അല്ലെങ്കിൽ മരുന്നുകൾ ലാഭം കമ്പനികൾ നേടുന്നുണ്ട്. മരുന്ന് കമ്പനികളുടെയും ലാബുകളുടെയും കട്ട എന്ന കൈക്കൂലി വാങ്ങുന്ന ഡോക്ടർമാരുണ്ട്. എല്ലാവരുമല്ല, എൻ്റെ അഭിപ്രായത്തിൽ ന്യൂനപക്ഷമാണ്. ഇതൊക്കെ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളാണ്. വേറൊരു ഉദാഹരണം പറയാം. നാഗസാക്കിയിലും ഹിരോഷിമയിലും അമേരിക്ക സെക്കൻഡ് വേൾഡ് വാറിൽ ആറ്റം ബോംബ് ഇട്ടു. വളരെ മോശമാണ്, വളരെ ശരിയല്ല. അത് ഞാൻ ആ യുദ്ധത്തിൻ്റെ പെർസ്പെക്റ്റീവ് വെച്ച് പറയുന്നതല്ല. മനുഷ്യർക്ക് മരണമുണ്ടാകുന്നു, അല്ലെങ്കിൽ ആറ്റം ബോംബ് എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ്, ഹൈഡ്രജൻ ബോംബ് ആയിക്കോട്ടെ. ഇതേ ആറ്റം വിഭജിച്ചാൽ ഊർജ്ജം ലഭിക്കും എന്നുള്ള കണ്ടുപിടുത്തത്തിൻ്റെ ബാക്കിയാണ് ന്യൂക്ലിയർ റിയാക്ടറുകൾ. ഇതിൻ്റെ പ്രശ്നം ഇതാണ്. ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന കാര്യം, ഇതൊന്നും സയൻസിൻ്റെ പ്രശ്നമല്ല. ഈ ഗൂഢാലോചനാ സിദ്ധാന്തത്തിലൂടെ ആധുനിക വൈദ്യശാസ്ത്രം ജനങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സയൻസിൻ്റെ പ്രശ്നമല്ല. കച്ചവടപരതയിലൂടെ മനുഷ്യരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതായത് ആറ്റം ബോംബും ന്യൂക്ലിയർ റിയാക്ടറും അണുവിനെ വിഭജിച്ചാൽ ഊർജം ലഭിക്കും എന്നുള്ള കണ്ടുപിടുത്തത്തിൻ്റെ റിസൾട്ടാണെങ്കിൽ രോഗം മാറും എന്നുള്ളത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെയും പൊതുവായ സയൻസിൻ്റെയും, അത് ആധുനിക വൈദ്യശാസ്ത്രത്തിന് മാത്രം നേട്ടമെന്നൊന്നും പറയാൻ പറ്റില്ല, പൊതുവായ ശാസ്ത്രത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും വളർച്ചയുടെ ഭാഗമാണ്. അതിലുള്ള ആൾക്കാർ തെറ്റ് ചെയ്തെങ്കിൽ അത് ശാസ്ത്രത്തിൻ്റെ പ്രശ്നമല്ല, വ്യക്തിയുടെ പ്രശ്നമാണ്. ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെ നിയമപരമായി നേരിടുക തന്നെ വേണം. പക്ഷേ അത് ഒരു സയൻസിനെ, അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു മേഖലയെ ഗൂഢാലോചനാ സിദ്ധാന്തത്തിൽ പെടുത്തിക്കൊണ്ടാവരുത്. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും നടന്നു വരുന്നത്. എങ്കിൽ പോലും ബഹുഭൂരിപക്ഷത്തിന് ഈ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്വാഭാവികമായും അവരെല്ലാം ശരിയായ അറിവിലേക്ക് തിരിച്ചു വരികയാണ് പതിവ്. ഇങ്ങനെയുള്ള ഹോക്സുകൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ്, ഞാൻ തന്നെ എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഞങ്ങളുടെ ഇൻഫോ ക്ലിനിക് എന്ന് പറഞ്ഞ കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ചോദ്യമാണ്. ഈ 4 ഉത്തരങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഏറ്റവും എളുപ്പം ഈ വന്ന അതേ വാക്കുകൾ ഈ ഹോക്സിലുള്ള മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എടുക്കുക. ഇപ്പം പാരസെറ്റമോളും മാച്ചിപ്പോ വൈറസും ആണെങ്കിൽ പാരസെറ്റമോൾ
മാച്ചിപ്പോ വൈറസ് ഹോക്സ്, ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. അപ്പോൾ മിക്കവാറും പല പത്രങ്ങളിൽ വന്നതും വിദേശത്ത് ഇറങ്ങിയ പോർട്ടലുകളിൽ വന്നതുമായ വാർത്തകളുടെ ലിങ്കുകൾ നിങ്ങൾക്ക് കിട്ടും. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിൽ തന്നെ ഉദയം ചെയ്ത ഹോക്സുകൾ അങ്ങനെ കിട്ടണമെന്നില്ല കേട്ടോ, നാഗമാണിക്കുമൊക്കെ അങ്ങനെ കിട്ടണമെന്നില്ല. പക്ഷേ വാക്സിനെതിരായിട്ടുള്ള ഹോക്സുകൾ, ഇപ്പോൾ ഈ പറഞ്ഞ പാരസെറ്റമോൾ, മാച്ചിപ്പോ വൈറസ് ഹോക്സ്, ഒട്ടുമിക്ക ഹോക്സുകളും, ബഹുഭൂരിപക്ഷം അന്താരാഷ്ട്ര തലത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഹോക്സുകളും പൊളിച്ചെടുക്കിയിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടാം. ഏറ്റവും പെർഫെക്റ്റ് അതാണോ? അല്ല. ഏറ്റവും പെർഫെക്റ്റ് മെഡിക്കൽ ജേർണലുകളാണ്, സയൻറ്റിഫിക് ജേർണലുകളാണ്. പക്ഷേ അതൊട്ടും അക്സസിബിൾ അല്ല. അക്സസിബിൾ ആണെങ്കിൽ തന്നെ ആ പഠന രീതി വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതത്ര എളുപ്പമല്ല. ഈവൻ എന്നെ സംബന്ധിച്ചൊരു ലേഖനം മൊത്തം എടുത്തിട്ട് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ എനിക്കും ബുദ്ധിമുട്ടുകളുണ്ട്. സാമ്പിൾ സൈസും അതിൻ്റെ പഠനത്തിൻ്റെ റിസൾട്ടും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. മൂന്നാമത്തെ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളാണ്. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അപ്ഡേറ്റഡ് അല്ല. ഈ ബുക്ക് ഇറക്കിയ സമയത്ത് വരെയുള്ള വിവരങ്ങളേ അതിലുള്ളൂ. കഴിഞ്ഞ മാസത്തെ വിവരം വേണമെന്ന് വെച്ചാൽ നടക്കില്ല. പല ബുക്കുകളും ആനുകാലികമായിട്ട് എഡീഷൻസ് മാറ്റുന്നുണ്ടെങ്കിൽ പോലും പെർഫെക്ഷൻ ഇല്ല. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ളത് നേരിട്ട് ചോദിക്കുക. ആരോട് ചോദിക്കാം? നമ്മുടെ മുമ്പിൽ ഇപ്പം ബൈജു രാജു ഉണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഹോക്സുകളെക്കുറിച്ച് പൊളിച്ചെഴുതിയ ആൾക്കാരിൽ ഒരാളാണ്. ഇവിടെ തന്നെ ആനന്ദസ് മഞ്ചേരിയുണ്ട്, വൈശാഖൻ തമ്പിയുണ്ട്, നേരത്തെ രതീഷ് കൃഷ്ണൻ സംസാരിച്ചു. ഇവരൊക്കെ ഇതുപോലുള്ള പല കാര്യങ്ങളും പൊളിച്ചെഴുതിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇവരോട് ചോദിക്കാനല്ല ഞാൻ പറയുന്നത്. ഇവരോട് ചോദിക്കണം, ചോദിക്കരുതെന്ന് പറയുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും ഇവരായി മാറണം. ഈ ഹാളിലിരിക്കുന്നവർ ഇത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി ഇത് കൂടുതൽ ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ സയൻസ് സാധാരണ ജനങ്ങളിൽ എത്തത്തുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ രാവണ പ്രഭുവിലും വേറെ ഒരു ശാസ്ത്ര അവബോധമുള്ളവർ വിധേയനിലും താല്പര്യം കാണിക്കും. ഞാൻ പടങ്ങളെ താരതമ്യം ചെയ്തതല്ല കേട്ടോ, ചിത്രങ്ങളുടെ മെറിറ്റോ ഡിമെറിറ്റോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. നാലാമത്തെ വഴി, അത് ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഞങ്ങളുടെ ഒരു ഇതുണ്ട്. ഇപ്പം ഞാൻ ഈ അവതരിപ്പിച്ച പ്രസൻറ്റേഷനുകളെല്ലാം ഇൻഫോ ക്ലിനിക് എന്ന് പറഞ്ഞ കൂട്ടായ്മയിൽ അരുൺ മംഗലത്തിനെ പോലെ, മനോജ് വെള്ളനാടിനെ പോലെ, നെൽസൺ ജോസഫിനെയൊക്കെ പോലെ, ഷിമിനെ പോലെയൊക്കെയുള്ള കുറേ ആൾക്കാർ എഴുതിയിട്ടുള്ള ചില ഇതിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം അതിലുള്ള സ്ലൈഡുകളുടെ ചെറിയൊരു രൂപം ഞാനിങ്ങനെ എടുത്ത് ഒന്ന് പ്രസൻറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അതുപോലുള്ള കൂട്ടായ്മകളെ അപ്രോച്ച് ചെയ്യാം. എസൻസിനെ അപ്രോച്ച് ചെയ്യാം. എസൻസ് എന്ന് പറഞ്ഞൊരു ബോഡിയുണ്ട്. എസൻസിൻ്റെ ബോഡിയിൽ അവർക്ക് ഈ ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ദേ ആർ റെസ്പോൺസിബിൾ. അവരത് അന്വേഷിച്ച് അവർക്ക് അറിയില്ലേ, കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മറുപടി തരാൻ ബാധ്യസ്ഥതയുണ്ട്, കടമയുണ്ട്. അതുകൊണ്ടാണ് അവർ സയൻസ് പ്രചരിപ്പിക്കുന്നത്. അതുപോലുള്ള ഏവർക്കും, എസൻസ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്രാവബോധമുണ്ടാക്കാൻ, അന്ധവിശ്വാസങ്ങളിലും മതവിശ്വാസങ്ങളിലും ഊന്നി സഞ്ചരിച്ചിരുന്ന ഇന്ത്യ എന്ന രാജ്യത്തിൽ ശാസ്ത്രാവബോധമുണ്ടാക്കാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിലുണ്ടായി. അതുപോലുള്ള ധാരാളം പ്രസ്ഥാനങ്ങൾ അവിടെ അപ്രോച്ച് ചെയ്യാം. അതുപോലെ ഇൻഫോ ക്ലിനിക്ക്. ഇത് ജസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല. ദ ക്യൂർ ഫോർ ഇഗ്നറൻസ് ഈസ് ബാലൻസ്ഡ് നോളജ്. ഡോക്ടർ ജിമ്മി മാത്യു എഴുതിയതാണ്. ആൾ ഇൻഫോ ക്ലിനിക്കിൻ്റെ ഒരു അംഗമാണ്. അപ്പം അത് ഈ അവസരത്തിൽ പറയാൻ പ്രസക്തമായ ഒരു വാചകമാണെന്ന് കരുതുന്നു. ഇപ്പോൾ ഈ നമ്മൾ ഇന്ത്യയിലെ എപ്പോഴും കേൾക്കുന്നൊരു ചോദ്യമാണ്, ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് കപട വൈദ്യത്തിനെതിരെ, വ്യാജ വൈദ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ സാധിക്കില്ലേ എന്നുള്ളത്. നിയമമുണ്ട്. ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെൻ്റ് ആക്ട് 1954. ഇതിൻ്റെ കൂടെ റൂളൂടെ അമെൻഡ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അമെൻഡ്മെൻ്റ് ഉണ്ട്. റൂള് 56 എനിക്ക് തോന്നുന്നത്. അതിൽ ഇതുപോലുള്ള വ്യാജ സന്ദേശങ്ങൾ പാടില്ല എന്നും ഇതുപോലുള്ള വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാര്യമായ ശിക്ഷകളൊന്നും ഉണ്ടാവുന്നില്ല. പരാതിക്കാരില്ലാത്തതാവാൻ ചിലപ്പോൾ കാരണം, പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നവർ പുറത്തു പറയാൻ മടിക്കുന്നതാവാൻ കാരണം, അല്ലെങ്കിൽ കേസെടുത്ത് ഇത് ശിക്ഷിക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഭരിക്കുന്ന സർക്കാരുകൾക്ക് താല്പര്യമില്ലാത്തതാവാൻ കാരണം. പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് രാഷ്ട്രീയം ഒരു വലിയ പ്രശ്നമാണ്. അപ്പം വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഒരു പ്രശ്നമാണ്, മനുഷ്യാവകാശവും ഒരു പ്രശ്നമാണ്. അപ്പോൾ നുണ പറയാനുള്ള അവകാശം പോലും പ്രശ്നമാകുന്ന ഒരു വിഷയം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. വാക്സിൻ ഇഷ്യൂവിൽ കണ്ടതാണ്. വാക്സിനേഷനെ പൊളിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന 4-5 പേരാണ്. അല്ലാതെ കേരളത്തിലെ വാക്സിനേഷൻ്റെ സാധാരണ തോത് 94.5 നിൽക്കുമ്പോൾ അത് ഈ MR വാക്സിനേഷനിൽ 88.9 മാത്രമേ ആയിട്ടുള്ളൂ എങ്കിൽ അത് ഈ സമൂഹത്തിൻ്റെ മൊത്തം പ്രതികരണം അങ്ങനെ ആയതുകൊണ്ടല്ലായിരുന്നു. 4-5 പേർ പ്രചരിപ്പിച്ച ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ സാധാരണക്കാരെ അത്ര സ്വാധീനിച്ചു എന്നുള്ളതിൻ്റെ പ്രശ്നമായിരുന്നു. പക്ഷേ അങ്ങനെ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ച ഒരാൾക്ക് പോലും ഒരു നിയമ നടപടിയും ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പം
1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന കാഴ്ചപ്പാടുള്ള നിയമത്തോടുള്ള ബഹുമാനം പുലർത്തിക്കൊണ്ട് തന്നെ ഒരു വൈദ്യശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ജനങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ കൊടുക്കാൻ സർക്കാരുകൾക്ക് കടമയുണ്ട്. നിയമം അതിൻ്റെ നിർവചനത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുക തന്നെ വേണം എന്ന് പറയാനേ എനിക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്കെന്താ ചെയ്യാൻ സാധിക്കുന്നത്? ആർട്ടിക്കിൾ 51AH കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു പൗരൻ എന്ത് ചെയ്യണം. സയൻസിൻ്റെ മേഖലയിൽ നിങ്ങൾക്ക് വായിക്കാം. എല്ലാവരും എപ്പോഴും പറയുന്നത് തന്നെ ശാസ്ത്ര അഭിരുചിയും മാനവികതയും അന്വേഷണത്വരയും പരിഷ്കരണബോധവും വളർത്തുക എന്നത് ഇന്ത്യയിലെ ഏതൊരു പൗരൻ്റെയും കടമയാണ്. ആർട്ടിക്കിൾ 51AH. ഈ കടമ ഇതാണ് എന്ന് പറയുമ്പോൾ എന്താണ് കടമയല്ലാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ, തെറ്റായ അറിവുകൾ സമൂഹത്തിൽ പടർന്നു നൽകുന്നത് തെറ്റാണ് എന്നും മനസ്സിലാക്കണം. അങ്ങനെ നമുക്ക് ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരനായി മാറാം. ഞാൻ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ ലാപ്ടോപ്പ് തന്ന് സഹായിച്ചത് രണ്ടാമത്തെ പ്രസൻറ്റേഷൻ നടത്തിയ വൈശാഖൻ തമ്പിയാണ്. അദ്ദേഹത്തിനൊരു നന്ദി. പിന്നെ ഈ പ്രസൻറ്റേഷനുകളിലെ പലതിൻ്റെ ചിത്രീകരണങ്ങൾ നടത്തിയത് എൻ്റെ ഒരു സുഹൃത്താണ്, അഭിലാഷ് ചാക്കോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇന്ത്യയിലല്ല. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തും, പുള്ളി തിരിച്ച് ഇതിടും. ചെറിയ ഈ പെർഫെക്ഷൻ്റെ ഒരു പ്രശ്നം എനിക്കുള്ളത് കൊണ്ട് ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വരച്ച് അങ്ങനെ കുറേ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഈ സ്ലൈഡുകൾ ഉണ്ടാകുന്നത്. പല പ്രസൻറ്റേഷനിലും പുള്ളിയുടെ പേര് പറയാൻ ഞാൻ മറന്നുപോകും. ഞാൻ എന്നിട്ട് വീട്ടിലെത്തുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാകും, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, എന്തേലും എഫർട്ട് എടുത്താണ് എനിക്ക് ഈ സ്ലൈഡുകൾ തയ്യാറാക്കി തന്നത്. അദ്ദേഹത്തിന് നന്ദി. ഈ പ്രസൻറ്റേഷനുള്ള പല വിവരങ്ങളും കുറേ ആൾക്കാരുടെ എഫർട്ടാണ്. അത് പല ലേഖനങ്ങളായി ഇൻഫോക്ലിനിക് എന്ന് പറഞ്ഞ പേജിലുണ്ട്. എസൻസിൻ്റെ പേജുകളിലൊക്കെ അത് ഷെയർ ചെയ്യുന്നുണ്ട്. പല ഫ്രീ തിങ്കേഴ്സ് പല ഗ്രൂപ്പുകളിലും അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും കൂടി ഒരു എഫേർട്ടിൻ്റെ ചെറിയൊരു ഭാഗം ഞാനിവിടെ എന്താ പറയുക, ഈ പുട്ടിൻ്റെ കൂടെ പീര മീൻസ് നമ്മുടെ ഈ തേങ്ങ ഇടുന്ന പോലെ അതിൽ നിന്ന് ഓരോന്നും കുറേശ്ശെടുത്ത് ഞാനിവിടെ വിതറുക മാത്രമാണ് ചെയ്തത്. എൻ്റെ മാത്രമായൊരു അധ്വാനമല്ല. ഇത്രയും നേരം ഈ പ്രസൻറ്റേഷൻ കേട്ടുകൊണ്ടിരുന്ന, വൈകിയ വേളയിലും ഒരു ചെറിയ കൂവൽ പോലും ഉണ്ടാകാതെ സഹിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദിയുടെ നറുമലരുകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. സംശയങ്ങളിലേക്കുണ്ടെങ്കിൽ ചർച്ചയിലേക്കാവും. ഡോക്ടർ ജിനേഷിനോടുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതി കൊടുത്താൽ മറുപടി പറയും. ചോദ്യം ഒന്നാമത്തെ, ചില പാരസെറ്റമോൾ കോമ്പിനേഷൻ മരുന്നുകൾ നിരോധിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ ഗവൺമെൻറ് പല മരുന്ന് കോമ്പിനേഷനുകളും നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇറാഷണൽ കോമ്പിനേഷൻ, അതായത് ആ കോമ്പിനേഷനിൽ ഉപയോഗിക്കുമ്പോൾ മരുന്നുകളുടെ പ്രയോജനം കിട്ടുന്നില്ല എങ്കിലോ ആ കോമ്പിനേഷൻ കൊണ്ട് ഒരു ഉപയോഗമില്ലെങ്കിലോ അത് നിരോധിച്ചിട്ടുണ്ട്. അത് കോമ്പിനേഷനുകൾ പാരസെറ്റമോൾ ഉൾപ്പെട്ടത് മാത്രമല്ല, നിരവധി കോമ്പിനേഷനുകൾ നിരോധിച്ചിട്ടുണ്ട്. പാരസെറ്റമോൾ എന്ന ഡ്രഗ് അല്ല. കൃത്യമായ കാരണങ്ങൾ അവലോകനം ചെയ്ത പല വാർത്തകളും ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം കൂടെ പറയാനുള്ള സാഹചര്യമോ പൂർണ്ണമായ അറിവോ എനിക്കില്ല, അത് ക്ഷമിക്കണം. കീലേഷൻ തെറാപ്പി, ഈസ് ഇറ്റ് സയൻറ്റിഫിക്? പ്ലീസ് എക്സ്പ്ലെയിൻ. കീലേഷൻ തെറാപ്പിയെക്കുറിച്ച് കുറേ പഠനങ്ങളുണ്ട്. അത് പ്രയോജനകരമല്ല എന്ന് ഒറ്റ വാക്കിൽ പറയാം. ഒരു ലേഖനമായി എഴുതാമെന്നാണ് തോന്നുന്നത്, അതായിരിക്കും എളുപ്പം. എല്ലാ അസുഖങ്ങൾക്കും ഇംഗ്ലീഷിൽ മരുന്നില്ല എന്നാണ് കപടശാസ്ത്രങ്ങൾക്ക് പിന്നാലെ പോകുന്നവർ പറയുന്നത്. ഇത് മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ സമ്മതിക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ ജോയിൻ പെയിൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇതിന് പരിഹാരമില്ല, പകരം വേദന സംഹാരികൾ കഴിക്കുക മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ ആയുർവേദ ഗുളികകൾ കഴിച്ചു തുടങ്ങിയപ്പോൾ വേദന കുറഞ്ഞു എന്നും അവകാശപ്പെടുന്നു. മോഡേൺ മെഡിസിൻ ഡോക്ടർ കൈവിട്ടു എന്ന് പറയുമ്പോൾ അവനോട് ശാസ്ത്രബോധമുള്ള ഞാൻ എന്ത് പറയും? ഇത്തരം ഹോക്സുകളുടെ ആധികാരികത പരിശോധിക്കുന്ന സൈറ്റുകൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഉണ്ടോ? ഒന്ന്, എല്ലാ രോഗങ്ങളും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. അത് ഒരു മേഖലയ്ക്കും പറ്റില്ല. അത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. ഇപ്പം ഈ ഇംഗ്ലീഷ് മരുന്ന് എന്നുള്ള പ്രയോഗത്തോടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. അത് ആധുനിക വൈദ്യശാസ്ത്രമാണ്. ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറയുന്നത് തന്നെ ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്. അതൊക്കെ പോട്ടെ. മനുഷ്യർക്ക് മരണകാരണമാകാവുന്ന ഒരു പരിധിവരെയുള്ള വളരെയധികം അസുഖങ്ങൾക്ക് ചികിത്സ ആധുനിക വൈദ്യശാസ്ത്രം പ്രദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ജോയിൻ പെയിൻ എല്ലാവരുടെയും മാറ്റാമോ എന്ന് ചോദിച്ചാൽ ഉദാഹരണം, ഒരു അനുഭവകഥ പറയാം. അനുഭവത്തിന് ശാസ്ത്രത്തിലൊരു സാങ്കത്യം ഇല്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പെട്ടെന്നൊരു എളുപ്പമുണ്ടാകും. എൻ്റെ അമ്മയ്ക്ക് കാലിൻ്റെ മുട്ടിന് തേയ്മാനം ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 30 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ബാത്റൂമിൽ വെച്ച് നീ ലോക്കായി, അതായത് കാല് നിവർക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോൾ സർജറി ചെയ്തു, 2 കാലിൻ്റെയും മുട്ട് മാറ്റി വെച്ചു. അവിടെ ഇപ്പോൾ മെറ്റൽ ഡിസ്ക്കാണ്, മുട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേദനയില്ല. അപ്പോൾ ഈ മുട്ടുവേദന അല്ലെ ജോയിൻ പെയിൻ എന്ന് പറയുന്നത് കാൽമുട്ടിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന കണ്ടീഷൻ, അതായത് കാലിൻ്റെ മജ്ജ കാർട്ടിലേജ് തേഞ്ഞു പോയി എല്ലുകൾ തമ്മിൽ ഉരിയുന്ന ഒരവസ്ഥ, തേഞ്ഞിരിക്കും, ഇങ്ങനെ കോർക്കുന്നൊരവസ്ഥയാണ്. ഇത് മാറ്റി വെക്കുക എന്നുള്ളത് സൊല്യൂഷനുള്ളൂ. അതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു അസുഖമാണ്. അതിങ്ങനെ കുറേശ്ശെ വരുന്നു, എന്നിട്ട് കൂടി വരുന്നൊരു അസുഖമാണ്. അതിന് ചികിത്സ എന്ന് പറയുന്ന പൂർണ്ണമായ പരിഹാരം ഉണ്ടാക്കാൻ ഒരേ ഒരു വഴി അത് മുട്ട് മാറ്റി വെക്കുക എന്നുള്ളതുള്ളൂ. പിന്നുള്ളത് എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഈ കാൽമുട്ടിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ വരുമ്പോൾ ആ ഭാരം അവിടെ എത്തുന്നത് കൊണ്ട് വേദന ഉണ്ടാവുകയും അത് കുറയ്ക്കാൻ
വ്യായാമത്തിലൂടെ ആ മുട്ടിന് ചുറ്റുമുള്ള മാംസപേശികൾക്ക് ബലം വെക്കാനുള്ള ശ്രമങ്ങൾ. ബലം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഭാരം മാംസപേശികളിലേക്ക് പോകുന്നു. അപ്പം കാൽമുട്ടിലേക്കുള്ള വെയിറ്റ് കുറയുന്നു, വേദന കുറയുന്നു. അങ്ങനെ രണ്ട് ഭാഗമേ ഉള്ളൂ. അപ്പം എല്ലാ അസുഖങ്ങൾക്കും ചികിത്സ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. പക്ഷേ ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ജീവൻ നിലനിർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള വളർച്ച ആധുനിക വൈദ്യശാസ്ത്രത്തിനുണ്ടായി. ഉദാഹരണം ക്യാൻസർ തന്നെ. ആയുർവേദ ഗുളികകളെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, പക്ഷേ പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. ഈ അടുത്തൊരു ലേഖനം ഇറങ്ങിയിരുന്നു, ഹെവി മെറ്റലും സ്റ്റിറോയിഡും ഒക്കെ കൂടുതലാണ് എന്നൊക്കെയുള്ള പല ലേഖനങ്ങളിലും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലേഖനങ്ങളൊക്കെ റെഫർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ഫ്രീ ആയിട്ട് സെർച്ച് ചെയ്താൽ കിട്ടുന്നതേ ഉള്ളൂ. കിട്ടിയില്ലെങ്കിൽ അയച്ചു തരാം. ഹോക്സുകളുടെ ആധികാരികത പരിശോധിക്കുക. അപ്പോൾ ഈ ആയുർവേദത്തെക്കുറിച്ചാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ആയുർവേദം ഒരു ഈ പുരാതനമായ ചികിത്സാ രീതി എന്ന് പറയുന്ന ഒരു പരിധിവരെ ശരിയാണ്. അന്നത്തെ അറിവുകൾ അവർ അപ്ഡേറ്റ് ചെയ്തിരുന്നു, അന്ന് അത് കറക്റ്റായിരുന്നു. പക്ഷേ ഇന്ന് സയൻസ് ഇത്തരം വളർച്ച പ്രാപിച്ച അവസരത്തിൽ അവർ വീണ്ടും പഠനങ്ങൾ നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ആയുർവേദത്തെ സംബന്ധിച്ചാണെങ്കിൽ ഹൗ ടു ഡീൽ പ്രീ ട്രൂത്ത് പോസ്റ്റ് ലൈറ്റ് ടൈപ്പ് ഹോക്സ്. എക്സാമ്പിൾ, O നെഗറ്റീവ് ബ്ലഡ് റിക്വയർഡ് ഫോർ എ പേഷ്യൻറ്റ് അറ്റ് പർട്ടിക്കുലർ ഹോസ്പിറ്റൽ. ക്യാൻ എനി ഡേറ്റാബേസ് ടു ചെക്ക് എ പർട്ടിക്കുലർ പേഷ്യൻറ്റ്. ഇത് ബി എ റെസ്പോൺസിബിൾ സിറ്റിസൺ. ഇത് അയക്കുന്ന ആൾക്കാരും വായിക്കുന്ന ആൾക്കാരും. ഇപ്പോൾ ഒരു സന്ദേശം കിട്ടുന്നു, 10 വർഷം മുമ്പ് ലക്ഷ്മി തരുമുള്ളാത്ത സന്ദേശം ഇപ്പോഴും കിട്ടുന്നവരുണ്ട്. ഇപ്പം എന്താ ചെയ്യേണ്ടത്? അതിനകത്ത് ആ പറഞ്ഞ അനുഭവസാക്ഷ്യം പറഞ്ഞ ആൾ മരണമടഞ്ഞു, ഖേദകരമായ വസ്തുതയാണ്. ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പർ അടക്കമാണ് ഇപ്പോഴും ഹോക്സ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ അത് പറഞ്ഞൊരു നമ്പറിലൊന്ന് വിളിച്ച് നോക്കുക. പലപ്പോഴും അത് വർഷങ്ങൾക്ക് മുമ്പ് ടൈപ്പ് ചെയ്ത് ആരോ ഫോർവേഡ് ചെയ്ത് വിടുന്നതായിരിക്കും. വിളിച്ച് നോക്കാം. മറ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള വഴികളുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ പേരെഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ രോഗികളുടെയോ ബന്ധുക്കളുടെയോ പേരുണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കാം. അല്ലാതെ ഒരു ഡേറ്റാബേസ് എന്നുള്ള രീതിയിൽ നമ്മൾ വളർന്നിട്ടില്ല. ഫ്രൂട്ടിയിലെ HIV ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പനി ഒരു രോഗാവസ്ഥയല്ല, രോഗലക്ഷണമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ പനി മാറാൻ ചികിത്സിക്കുന്നത് യഥാർത്ഥ രോഗം തിരിച്ചറിയപ്പെടാതെ പോകില്ലേ? ഇല്ല, അങ്ങനെയല്ല. ഈ പനി എന്ന് പറയുന്നത് ശരീരത്തിൽ ശരീരവേദനയും ഈ താപനില കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ പനിയിലുണ്ട്. അതൊക്കെ പാരസെറ്റമോൾ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് പ്രയോജനം ചെയ്യുകയും ചെയ്യും. പിന്നെ പനി എന്തുകൊണ്ട് വേണമെങ്കിലും വരാം. ഇപ്പം ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, അണുബാധ, കഫക്കെട്ട് കൊണ്ട് വരുന്നു എന്ന് കരുതുക. അപ്പോൾ ആ കഫക്കെട്ടിനെതിരായിട്ടുള്ള ഒരു മരുന്ന് കഴിച്ച് ഒരു ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ആ കഫക്കെട്ട് കുറയുകയും ശരീരത്തിൽ ഏത് ബാക്ടീരിയയാണോ ആ അസുഖം ഉണ്ടാക്കുന്നത് ആ ബാക്ടീരിയയുടെ പ്രവർത്തനം ഇല്ലാതാവുകയും പനി മാറുകയും ചെയ്യുന്നു. അക്കൂട്ടത്തിൽ നമ്മൾ ഈ വേദന എടുത്തും ചൂട് അനുഭവിച്ചും തന്നെ ഇത് മാറണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? ഈസി വഴികളില്ലേ? ചില ഒരു തവണ വായിച്ചതാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ഓപ്പിയോയിഡ് ക്രൈസിസ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, എക്സസീവ് ഡിപ്പെൻഡൻസ് ഓഫ് അനാൽജസിക് ഡ്രഗ്സ് ഫോർ പെയിൻ മാനേജ്മെൻറ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. ഡു വി നീഡ് ടു ഫൈൻഡ് ആൾട്ടർനേറ്റീവ് ഫോർ പെയിൻ മാനേജ്മെൻറ്റ്? ഞാനിപ്പോൾ പറയുന്നത് ഇത് ഈ പെയിൻ്റെ മാത്രമല്ല, ഏത് അസുഖത്തിനും മരുന്ന് ആദ്യമേ തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് പ്രൈമറി. എപ്പോഴും നമ്മളത് തന്നെ പറയുന്നത്. ഇപ്പോൾ ഷുഗർ ലെവൽ 100-നും 126-നും ഇടയിൽ നിൽക്കുന്നു, ഫാസ്റ്റിംഗ്, നമ്മൾ മരുന്ന് തുടങ്ങാൻ പറയില്ല. ഇപ്പോൾ ഒരു 126-ൻ്റെ കുറച്ച് മുകളിൽ നിൽക്കുന്നു, നമ്മൾ മരുന്ന് തുടങ്ങാൻ പറയണ്ട. പകരം ജീവിതശൈലിയിലൊരു വ്യത്യാസം, വ്യായാമം ആരംഭിക്കുക, ഇതൊക്കെയാണ് പറയുന്നത്. ഇപ്പം ചുമ, പുകവലി മൂലം അല്ല, പുകവലിക്കുന്ന ഒരാൾ ചുമയൊക്കെ നിരന്തരമായിട്ടുണ്ടാകുന്നു, അല്ല ഒരാൾക്ക് TB വരും. നമ്മൾ ആദ്യം പറയുന്നത് ഇവരോട് പുകവലി നിർത്താനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ് വേണ്ടത്. അത് ഇന്നതൊന്നുമില്ല, ഏതിലും അത് തന്നെയാണ്. ഇപ്പോൾ കൊളസ്ട്രോൾ വന്നാലോ ഷുഗർ വന്നാലോ ഒക്കെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണ്ടതാണ്. അതൊരു ഓൾട്ടർനേറ്റീവ് അല്ല, അത് തന്നെയാണ് വേണ്ടത്. പിന്നെ രണ്ടാമത് അനാൽജസിക്കിൻ്റെ അമിത ഉപയോഗം, അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്, പഠനങ്ങൾ നടക്കേണ്ട കാര്യമാണ്. കുറേയേറെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. സംക്ഷിപ്തമായ രൂപത്തിൽ ഒരു ഉത്തരം പറയാവുന്ന അവസ്ഥയിലല്ല ഞാൻ, കാരണം അത്രയും ഞാൻ ഈ വിഷയം പഠിച്ചിട്ടില്ല. ഹൗ ഡയബറ്റീസ് അഫക്റ്റ് ഐസൈറ്റ്, ഫിസിയോളജി. ദ റോൾ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ ഇൻ സെക്സ് ഡിഫറൻഷിയേറ്റിംഗ്, ആൺകുട്ടി ഉണ്ടാകാനുള്ള ട്രീറ്റ്മെൻറ്റ്. ആയുർവേദ എന്നത് ഒരു ചികിത്സാശാസ്ത്രമാണോ? ആധുനിക വൈദ്യശാസ്ത്രം എന്നത് പുരാതന വൈദ്യത്തിന് എഞ്ചിനീയറിംഗ് ആൻഡ് കെമിക്കൽ ഫീൽഡിൻ്റെ കണ്ടുപിടുത്തങ്ങളല്ലേ? അതൊരു ചികിത്സാരീതിയായി അംഗീകരിക്കാമോ? ഒന്നാമത്തത്, നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതിയെക്കുറിച്ച് പറഞ്ഞാൽ 1 മണിക്കൂറിലങ്ങ് തീരുന്നൊരു വിഷയമല്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിളിൽ കിട്ടുന്ന ഒരു വിവരമാണിത്. വളരെ ലളിതമാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഇല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ തിരിച്ച് വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചു തരാം. 2, റോൾ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ ഇൻ സെക്സ് ഡിഫറൻഷിയേറ്റിംഗ്. ഞാൻ വായിച്ചിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നില്ല. മീൻസ് ഈ കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിലങ്ങനെ ചോദിച്ചിരിക്കുന്ന ആൺകുട്ടികൾ ഉണ്ടാകാനുള്ള ട്രീറ്റ്മെൻറ്റ്. ചിലപ്പോൾ എനിക്ക് അറിവില്ലാത്തതായിരിക്കാം കേട്ടോ. ആയുർവേദ എന്നാലും ആൺകുട്ടി ഉണ്ടാവാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആയുർവേദ എന്നത് ഒരു ചികിത്സാശാസ്ത്രമാണോ? ഇത് നമ്മൾ ഈ ചില ഉത്തരങ്ങൾ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പം എന്നോടിപ്പം ഹോമിയോ ശാസ്ത്രീയമാണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആയുർവേദ ശാസ്ത്രീയമാണോ എന്ന് ചോദിച്ചാൽ, എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അന്നത്തെ കാലത്ത് കുറേയേറെ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ. അതൊന്നും വാലിഡേറ്റ് ചെയ്തിട്ടില്ല, അതിലൊന്നും പഠനങ്ങൾ നടന്നിട്ടില്ല.
അനാലിസിസുകൾ ഉണ്ടാവുന്നില്ല. അങ്ങോട്ട് പോകണമെന്നേ ഞാൻ പറയുള്ളൂ. ചികിത്സാ രീതിയാണോ എന്നൊക്കെ ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ മറുപടി എപ്പോഴും സബ്ജക്റ്റീവ് ആയിരിക്കും. അതിലേക്ക് കിടക്കണ്ടല്ലോ. ഈ ഹോമിയോടെയൊക്കെ ആണെങ്കിൽ അടിസ്ഥാന പ്രമാണങ്ങളിൽ പോലും വിശ്വാസമില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. India is the only country in the world that permits paracetamol to be mixed with drugs that have been banned abroad. അത് തെറ്റായ ഒരു ധാരണയാണ്. ഇന്ത്യയിൽ മാത്രമേ പാരസെറ്റമോൾ കോമ്പിനേഷൻ ഉള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. എൻ്റെ ഇതുവരെയുള്ള അറിവിൽ അത് ശരിയല്ല. With drugs that have been banned abroad for their liver toxicity such as Nimesulide. Nimesulide പോലെ ബാൻ ചെയ്തിട്ടുണ്ടോന്നില്ല. Mefenamic acid and paracetamol is a irrational combination by WHO. We just banned it last year. Why doctors are not proactive? Why are they waiting for a political approval to not to prescribe these medicines earlier? ഇത് ഈ ഡോക്ടേഴ്സിനെ ഒന്നടങ്കം നമ്മളിങ്ങനെ പറയുന്നതിലൊരു പ്രശ്നമുണ്ട്. അതായത് ഞാനും പലപ്പോഴും പറയും ഡോക്ടർ കമ്മ്യൂണിറ്റി ഒന്നടങ്കം മരുന്ന് കമ്പനികളുടെയും ലാബുകളുടെയും കട്ടെന്ന കൈക്കൂലി മേടിക്കുന്നവരാണ് എന്ന് ഞാൻ പറയും. അത് ആ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ആൾക്കാരുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. അപ്പോൾ ഈ ക്യാപിറ്റൽ ലെറ്ററിൽ മരുന്ന് എഴുതാത്ത ഡോക്ടർമാരുണ്ട്. എഴുതണം എന്നാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ജനറിക് നെയിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാരസെറ്റമോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്ററിൽ പാരസെറ്റമോൾ, അതായത് ഡോളോ എന്നോ ഫെപ്പാനിൽ എന്നോ കാൾപോൾ എന്നോ എഴുതരുത് എന്ന് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അങ്ങനെ പറഞ്ഞേക്കുന്നത്. അത് ആ കച്ചവട സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. ഞാനൊക്കെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെയാണോ എന്നൊരു അഭ്യൂഹത്തിൽ മറുപടി പറയുന്നതിൽ പ്രശ്നമുണ്ട്. ചെയ്യേണ്ടതാണ്. പിന്നെ ഈ പാരസെറ്റമോൾ മെഫനാമിക് ആസിഡ് കോമ്പിനേഷൻ ഡ്രഗുകളൊക്കെ പരമാവധി കുറച്ച് മാത്രമേ സർക്കാർ മേഖലയിൽ ഉപയോഗിക്കാറുള്ളൂ. കാരണം അവിടെ അതേ ഉള്ളൂ. ഈ കോമ്പിനേഷൻ ഡ്രഗൊന്നും സർക്കാർ മേഖലയിലില്ല. ഇപ്പോൾ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പോയി അവിടുന്ന് കുറച്ച് മെഡിസിൻ കൊടുത്തു വിടുന്നു എന്ന് കരുതുക. എല്ലാവർക്കും വേണ്ട ഒരു മെഡിസിൻ ആയിരിക്കും അറ്റോർവാസ്റ്റാറ്റിനും ക്ലോപ്പിഡോഗ്രിലും ആസ്പിരിനും ഒക്കെ. ഇതെല്ലാം ഒറ്റ ഗുളികയിലുണ്ട്. അപ്പോൾ നമ്മുടെ PSC വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ചെയ്യും, ഒരൊറ്റ ഗുളിക ചിലപ്പോൾ 10 രൂപ അല്ലെങ്കിൽ 15 രൂപ ആയിരിക്കും. ഇതൊന്നും വാങ്ങാൻ പറ്റുന്ന ആൾക്കാരല്ല നമ്മുടെ CSCയിൽ വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരെ സ്പ്ലിറ്റ് ചെയ്യും. ആസ്പിരിൻ 150 ആണെങ്കിൽ അതിലുണ്ടല്ലോ. അപ്പോൾ 150 010, ക്ലോപ്പിഡോഗ്രൽ 75 മില്ലിഗ്രാം 010, അറ്റോർവാസ്റ്റാറ്റിൻ 10 മില്ലിഗ്രാം അല്ലെ 20 മില്ലിഗ്രാം അല്ലെ 40 മില്ലിഗ്രാം എന്താണോ മെഡിക്കൽ കോളേജിൽ നിന്ന് എഴുതി വിട്ടേക്കുന്നത് അതങ്ങ് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ സാമാന്യവൽക്കരണത്തിലൂടെയുള്ള ചോദ്യങ്ങളാണ്. അതിന് മറുപടി പറയുന്ന വലിയ പ്രസക്തിയില്ല. ഇങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ ആഗ്രഹം. മെഡിക്കൽ കോളേജിനെ കുറ്റം പറഞ്ഞതല്ല, അവിടുന്ന് വരുന്നൊരു പ്രിസ്ക്രിപ്ഷനെ എങ്ങനെ ഞങ്ങൾ ഡീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ്. 80-90 വയസ്സ് വരെ ഒരുവിധം ആരോഗ്യത്തോടെ ജീവിക്കാൻ ചെറിയ ഒരു വിവരണം ആവശ്യപ്പെടുന്നു. അതെന്തായാലും ആരായാലും ചോദിച്ചെങ്കിലും ഗംഭീര ചോദ്യമായിപ്പോയി. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ബി എ റെസ്പോൺസിബിൾ സിറ്റിസൺ. ചോദ്യത്തിലല്ല, ആ രീതിയിൽ പെരുമാറിയാൽ 80-90 വയസ്സ് വരെ നല്ല രീതിയിൽ ജീവിക്കാം. ആരോഗ്യം മാത്രമല്ല, നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ നുണ പറയുന്നതും സത്യം പറയുന്നതും ഒക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഇപ്പോൾ കൂടി വരുന്നുണ്ടോ? പഠനങ്ങൾ നോക്കണം, കൃത്യമായി അറിയില്ല. ഒരു പ്രശസ്ത സിനിമാ താരം ആശുപത്രികൾ അടച്ചുപൂട്ടണമെന്ന് പറയുകയും അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ വലിയ സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചു. പ്ലീസ് കമൻറ്റ്. വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു. പക്ഷേ അദ്ദേഹം ഒരു ജനതയെ തെറ്റിദ്ധരിപ്പിച്ചതിൽ വളരെ വലിയ അമർഷവും അദ്ദേഹത്തോടുണ്ട്. ചോദ്യം ശ്രീനിവാസനെക്കുറിച്ചാണ് എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അറിയാൻ വലിയ പാടൊന്നുമില്ല. പത്രങ്ങളിലടക്കം വാർത്ത വന്നിരുന്നു ഇതേ വിഷയം. അദ്ദേഹം ഒരു റെസ്പോൺസിബിൾ ഇന്ത്യൻ പൗരനായില്ല എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ആദ്യമായിട്ടൊരാൾ ചെയ്യുന്നതൊന്നുമല്ല. ഡോക്ടർ ഹെഗ്ഡെ അറിയുമല്ലോ, പത്മശ്രീയാണ്. ആളിതൊക്കെ തന്നെ പറഞ്ഞു ആൾക്ക് അസുഖം വന്നപ്പോൾ. അതൊക്കെ ആ വ്യക്തിയുടെ ഒരു എന്താ പറയുക, മനുഷ്യനെന്ന് പറയുന്നവരുടെ ആശയങ്ങൾക്കനുസരിച്ച് എപ്പോഴും ജീവിക്കാൻ അദ്ദേഹത്തിന് പറ്റിയെന്ന് വരില്ല. ഞാൻ അങ്ങനെയും കൂടെ കാണുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ പോലും ആ വ്യക്തിക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിലൂടെ ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കണം എന്നും കൂടി പറയാനുണ്ട്. അതിൽ കുറ്റം പറയാനില്ല. എങ്കിൽ പോലും അദ്ദേഹം ആദ്യം ചെയ്ത പ്രവൃത്തിയെ നിശിതമായി വിമർശിക്കുന്നു. വടക്കഞ്ചേരിക്കും ആരോഗ്യമന്ത്രിക്കും ഒരു TV ചാനലിൽ ഒന്നിക്കുകയുണ്ടായി. ഡോക്ടർ പദവി ആര് തന്നു എന്നും മന്ത്രി ചോദിക്കുകയുണ്ടായി. പിന്നൊന്നും ഉണ്ടായില്ലേ? മന്ത്രിയോട് ചോദിക്കണം. എൻ്റെ അറിവിലുണ്ടായിട്ടില്ല. ഇതുതന്നെയാണ് ഇന്ത്യയിലെ രാഷ്ട്രമീമാംസയുടെ പ്രശ്നം. രാഷ്ട്രമീമാംസയുടെ അല്ല, രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം. പാരസെറ്റമോൾ ആയതുകൊണ്ടാണോ ഈ ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നത്? പാരസെറ്റമോൻ ആയിരുന്നെങ്കിൽ എങ്ങനെ സംഭവിക്കുന്നു? വെരി ഗുഡ്. വളരെ ഒരു ഇതുള്ള ചോദ്യം, ഗംഭീര ചോദ്യം. പോളിയോ വാക്സിൻ 2-3 തവണ കൊടുത്താൽ പോരെ? 10-12 തവണ കൊടുക്കണോ? ഡ്യൂറിങ് 5 years 2 to 3 times per year. നമ്മൾ ചരിത്രത്തിലൂടെ
ഓടിച്ചാൽ മാത്രം മറുപടി പറയാവുന്നൊരു ചോദ്യമാണിത്. ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞാൽ തീരില്ല. ഏറ്റവും എളുപ്പം സ്മോൾ പോക്സ് എങ്ങനെയാണ് ഇറാഡിക്കേറ്റ് ചെയ്തതെന്നും അതിന് ലോകരാജ്യങ്ങൾ എങ്ങനെ ഇടപെട്ടുവെന്നും എങ്ങനെ ജനങ്ങൾ പ്രതികരിച്ചു എന്നും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം വളരെ എളുപ്പം ലഭിക്കും. ഓറൽ പോളിയോ വാക്സിൻ ഉടനടി തന്നെ 1-2 വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം നിൽക്കും. പക്ഷേ നിൽക്കും എന്ന് കരുതി സമാധാനിക്കേണ്ട, IPV ആരംഭിക്കും. അതിനും കാരണങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുൻപ് സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. IPV ആരംഭിച്ച് അതും കുറച്ച് നാൾ ഓടിയതിന് ശേഷം മാത്രമേ പൂർണ്ണമായിട്ടും പോളിയോ വാക്സിൻ നിൽക്കത്തുള്ളൂ. കാരണം അങ്ങനെയേ പോളിയോയെ തുരുത്താൻ സാധിക്കത്തുള്ളൂ. You have heard about sugar problems, that the sugar is the most dangerous substance due to mixing of human bones for its twice its white color. ഈ അവസാനം വന്ന സന്ദേശമായിരിക്കും ഇല്ലേ, വെള്ള കളറിലുള്ള എല്ലാം ഷുഗർ പോലുള്ള സംഭവങ്ങളൊക്കെ മോശമാണ്, ഉപയോഗിക്കരുത് എന്നുള്ള സന്ദേശമായിരിക്കും ഇല്ലേ? ഈസ് ഇറ്റ് ട്രൂ? ഇൻ യുവർ പ്രസൻറ്റേഷൻ യു ഹാവ് സെഡ് ദാറ്റ് ക്യാൻസർ വാസ് പ്രോമിനൻറ്റ് നൗഡേയ്സ് ഓൺലി ബിക്കോസ് പ്രസൻ്റ്ലി ദ ലൈഫ് span is 74, but earlier life expectancy was 40 to 50. But nowadays cancer is prominent in children. You comment for clarification. അല്ല, ഇത് മുൻപ് മാത്രമല്ല പണ്ടും. അതിനകത്തൊരു പ്രത്യേകത നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ MRI കുറിച്ച്, ഫങ്ഷണൽ MRI കുറിച്ച് രതീഷ് കൃഷ്ണൻ പറഞ്ഞു. നമ്മൾ ക്യാൻസർ കണ്ടുപിടിക്കുന്ന രക്തപരിശോധനകൾ ധാരാളമുണ്ട്. ഇതൊന്നും 60-കളിലില്ല, 1900-ലില്ല. അന്ന് സയൻസ് വികസിച്ചിട്ടില്ല. അന്ന് ഒരാൾ മരിക്കുന്നതിൻ്റെ കാരണം ഹാർട്ട് അറ്റാക്ക് ആണോ, സ്ട്രോക്ക് ആണോ, ക്യാൻസർ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യം പോലുമില്ലായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ ഊഹങ്ങളാണ് അന്ന് കുറവായിരുന്നു എന്ന്. ഇപ്പം സാങ്കേതികവിദ്യ വളരെയധികം മെച്ചപ്പെട്ടു. പരിശോധനകൾ, അതായത് ഡോക്ടറുടെ പരിശോധനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ലാബുകളിലുള്ള സ്കാനിങ്ങുകൾ പോലുള്ള അല്ലെങ്കിൽ രക്തപരിശോധന പോലുള്ള പ്രത്യേകമുള്ള ഓരോ ആൻറ്റിബോഡിയെയും തിരിച്ച് ഐസൊലേറ്റ് ചെയ്ത് പരിശോധിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. ഓരോ ഹോർമോണിനെയും പരിശോധിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് സയൻസ് വളർന്നു. ഇതും പഴയ കാലമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. 47-ൽ എന്താ ഉണ്ടായിരുന്നത്? 47 കഴിഞ്ഞ് എത്ര വാക്സിൻ കണ്ടുപിടിച്ചു? 47 കഴിഞ്ഞ് എത്രയോ രോഗങ്ങൾ കണ്ടുപിടിച്ചു. 47 കഴിഞ്ഞ് എത്രയോ രോഗങ്ങളുടെ ചികിത്സ കണ്ടുപിടിച്ചു. അപ്പോൾ പണ്ടിതില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് മറുപടി പറയാനില്ല. അന്നിത് ഇതൊരു അസുഖമുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന അറിവില്ലായിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ച പോലെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, അതായത് വാക്സിൻ ആദ്യമായിട്ട് കണ്ടുപിടിക്കുമ്പം ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞൊരു ശാഖയ്ക്ക് വലിയ വളർച്ചയൊന്നുമില്ലായിരുന്നു. എഡ്വേർഡ് ജെന്നർ വാക്സിൻ കണ്ടുപിടിക്കുമ്പോൾ അന്ന് രോഗാണു സിദ്ധാന്തമോ വൈറസോ ബാക്ടീരിയോ ഒന്നും അറിയാതെയാണ് അദ്ദേഹം ഇത് കണ്ടുപിടിക്കുന്നത്, വാക്സിൻ കണ്ടുപിടിക്കുന്നത്. അപ്പം അന്ന് അറിവില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് അന്ന് മരിച്ചത് ക്യാൻസർ കൊണ്ടല്ല എന്ന് നമുക്ക് പറയാനാവില്ല. ഇന്ന് ആ ടെസ്റ്റുകൾ, അത് തിരിച്ചറിയാനുള്ള, രോഗം തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ കൂടുതൽ വളർന്നതുകൊണ്ടും കൂടുതൽ ആക്യുറേറ്റ് ആയതുകൊണ്ടും നമുക്ക് കൂടുതൽ കൃത്യമായ അറിവുകളുണ്ട്. അതില്ലാത്ത ഒരു കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതും നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. പിന്നെ ഈ രോഗങ്ങളിലൊക്കെ ഈ പ്രായം കൂടുമ്പോഴൊക്കെ ജീവിതശൈലിയിലുള്ളൊരു പ്രശ്നം, വ്യായാമത്തിൻ്റെ കുറവ്, ഇതൊക്കെ നമ്മളെപ്പോഴും പറയുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ അതെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. അത് നമ്മൾ ഒഴിവാക്കിയിട്ട് കാര്യമില്ല. അപ്പം ഏതാണ്ട് എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, ഞാൻ മനസ്സിലാക്കിയ ശാസ്ത്ര അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും എനിക്ക് പറയാൻ പറ്റിയ കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ഒരു കാര്യം കൂടി പറയാനുണ്ട്. പലപ്പോഴും വരുന്നൊരു വിമർശനങ്ങളിൽ കേൾക്കുന്ന ഡോക്ടർ സമൂഹത്തെക്കുറിച്ചുള്ള വിമർശനത്തിൽ സ്വയം വിമർശനപരമായിട്ട് ഡോക്ടർമാർ ചിന്തിക്കണമെന്ന് തന്നെ പറയുന്നു. എന്നാൽ ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ചില ചോദ്യങ്ങളിൽ വരുന്നത് പോലെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് ചില കാര്യങ്ങളിൽ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടറിനോ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിനോ ആ വ്യക്തിക്കോ അദ്ദേഹത്തിന് ലഭ്യമായ ശാസ്ത്രീയ അറിവ് എത്രയുണ്ടോ, ശാസ്ത്രത്തിൻ്റെ വളർച്ച നിലവിൽ എത്രയുണ്ടോ, അദ്ദേഹത്തിന് ലഭ്യമായ സൗകര്യങ്ങൾ എത്രയുണ്ടോ, അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഇന്ത്യയിലെ ഓരോ ആശുപത്രിയിലും ഓരോ ഡോക്ടർമാർക്കും ഇതേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾ ചിലപ്പോൾ നാളെ ഒരു ഭാവിയിൽ കൂടുതൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാവാം. അതോടൊപ്പം സ്വയം വിമർശനപരമായിട്ട് തെറ്റുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പരിഹരിക്കുകയും വേണം. നന്ദി.